Hallelujah. സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, അനുഗ്രഹീതമായ പകൽക്കാലത്തിനായി, വിശുദ്ധ പകൽക്കാലത്തിനായി നന്ദിയോടെ സ്തോത്രം. पिता, ये सुंदर समय के समय के लिए और पवित्र दिन के समय के लिए हम आपको धन्यवाद करते हैं. അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്ന കർത്താവേ, ജീവൻ ബലം സുഖം ആരോഗ്യം നൽകി തന്ന് അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി തന്ന നന്മയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. आपको स्तुति और आराधना करते हैं प्रभु, कि आपको आराधना करने के लिए हमें सामर्थ्य और बल दे के आपने हमें संभाला, इसलिए आपको धन्यवाद करते हैं. അവിടുത്തെ കരങ്ങളിലേക്ക് അടിയങ്ങളെ സമ്പൂർണ്ണമായി പകൽക്കാലം സമർപ്പിക്കുന്ന കർത്താവ്, पूरी तरह समर्पण करते हैं. അങ്ങയെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ഞങ്ങളെ കർത്താവ് ബലപ്പെടുത്തണമേ. परमेश्वर, आज सुबह के समय आत्मा और सच्चाई में आपको आराधना करने के लिए हमारे ദൈവകൃപ ഞങ്ങളെ മേൽ പകരണമേ കർത്താവ്. ഞങ്ങളെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. देखने वाले हर एक व्यक्ति को आप आपकी महिमा के अनुसार आशीष से कर दीजिए. അവിടുത്തെ അത്ഭുതകരം നീട്ടണം. आपके सामर्थ्य वाला എല്ലാവരെയും हाथ बढ़ाइए प्रभु, हर किसी को എല്ലാവരെയും മടക്കി കൊണ്ടുവരണം കർത്താവ്. ആരും നഷ്ടപ്പെട്ടു പോകരുത്. അങ്ങേക്ക് തന്നിട്ടുള്ളവരാരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് ദൈവത്തിന്റെ തിരുവചനമാണല്ലോ. परमेश्वर, आपके लोग कोई भी नाश न होने पाए प्रभु. ഹല്ലേലൂയ. എല്ലാവരെയും മടക്കി കൊണ്ടുവരണമേ. അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവ്. പ്രാർത്ഥനയുടനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന കൃപ തോന്നി ഉത്തരവള്ളമേ ശ്രീ നല്ല പിതാ. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് ഈ പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. आप सबको आज सुबह की समय आशीष करने पाए. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിന്റെ ചില പാട്ടുകൾ പാടി ആരാധിക്കാം. मिलके परमेश्वर को गाना गा के स्तुति और आराधना करें. Praise the Lord, hallelujah. We worship you, Lord. Glory to Jesus. Hallelujah, hallelujah. We worship you. വല്ലഭയാൽ എന്നെ നിറയ്ക്ക്, നേരാഴുക ചെയ്യൂ. ആരും തൂയ ആവിയേ, പ്രസന്നത്തെ വാഞ്ചിക്കോ. വല്ലഭയാൽ എന്നെ നീരാഴുക ചെയ്യൂ. തണ്ണീർ നീരേ എന്നാലും ആലോചന കാത്തിരിലേ നീരാഴുക ചെയ്യും. തണ്ണീർ നീരേ എന്നാലും തീർക്കും. ആലോചന കാത്തിരിലേ നീരാഴുക ചെയ്യും. ആരും തൂയ ആവിയേ, പ്രസന്നത്തെ വാഞ്ചിക്കോ. വല്ലഭയാൽ എന്നെ നീരാഴുക ചെയ്യും. ആരും തൂയ ആവിയേ, പ്രസന്നത്തെ വാഞ്ചിക്കോ. വല്ലഭയാൽ എന്നെ നിറയ്ക്ക്,
நீராழுக செய்யும் கண்மலையும் நீரே என் அடைக்கலம் நீரே வாக்குத்தத்தம் போலவே கண்மலையும் நீரே என் அடைக்கலம் நீரே வாக்குத்தத்தம் போலவே பிரசன்னத்தை வாஞ்சிக்கிறோம் வல்லமையால் நிறைத்து நீராடுக செய்வோம் பிரசன்னத்தை வாஞ்சிக்கிறோம் மேல் என்னை நிறைத்து நீராடுக செய்வோம் நீரே காற்றும் நீரே பெருமழை போலவே உம்மாவியை ഒരു പ്രാവശ്യം കൂടെ ചേർന്ന് പാടാം. പെരുങ്കാറ്റും നീരേ പെരുമഴை പോലவே ഉമ്മാവിയെ പ്രസന്നത്തിൽ വാഞ്ചിக்கிறோம் വല്ലഭയാൽ நிறைக்க நீராடுக செய்யும் பிரசன்னத்தை வாஞ்சிக்கிறோம் வல்லமையால் நிறைக்க நீராடுக Praise the Lord. Amen. Hallelujah. കർത്താവേ അവിടുത്തെ വലിയ സാന്നിധ്യത്തിനായി ഹല്ലേലൂയ. വീണ്ടും ചില പാട്ടുകൾ പാടി നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ പോണ്. അവന്റെ വലിയ സാന്നിധ്യം നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. ചേർന്ന് ഹല്ലേലൂയ ഒരു പാട്ട് പാടും. വാതയും തൻ കൂടാരത്തെ അണുകാതെ वादा तुम्हारे घर के पास नहीं है, നിനക്ക് വരത്തില്ല. दुर्घटना तुम्हारे पास नहीं है। ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. परमेश्वर को स्तुति और आराधना करें। Praise to Jesus. നീയുന്തൻ കൂടാരത്തെ അണുകാതെ മകനെ തേരിടാതെ മകനെ തേരിടാതെ മകനെ ഉന്നതமான கர்த்தரே உறைவிடமாக்கிக் கொண்டார். அடைக்கலமா ஆண்டவரே ஆதாயமாக்கிக் கொண்டார். உடைக்கலமான கர்த்தரே உறைவிடமாக்கிக் கொண்டார். அடைக்கலமா
ஆண்டவரே ஆதாயமாக்கிக் கொண்டார். அதை தன் கூடாரத்தில் பொல்லாப்பு நேரிடாது மகளே. ஆமென். அதை தன் கூடாரத்தில் அணுகாது மகளே. பொல்லாப்பு நேரிடாது. ஆட்டுக்குட்டி ரத்தத்தினால் சாத்தானை ஜெயித்தோ. ஆவியுண்ட வசனமுண்ட அந்தாரம் வெற்றியுண்ட. ஆட்டுக்குட்டி ரத்தத்தினால் சாத்தானை ஜெயித்தோ. ஆவியுண்ட வசனமுண்ட அந்தாரம் வெற்றியுண்ட. அணுகாது மனதே. நேரிடாது நேரிடாது மகனே. ஆமென். அணுகாது மகனே. பொல்லாப்பு நேரிடாது நேரிடாது மகனே. கர்த்தருக்கு பம்பாடுகள் ஒரு நாளும் வீணாகாது. அசையாமல் உறுதியுடன் அதிகமாய் செயல்படும். நம் பாடுகள் ஒரு நாளும் வீணாகாது. அசையாமல் உறுதியுடன் அதிகமாய் செயல்படும். அணுகாது மகனே. பொல்லாப்பு நேரிடாது நேரிடாது மகனே. ஆமென். அணுகாது மகனே. பொல்லாப்பு நேரிடாது நேரிடாது மகனே. அழைத்தவரும் உண்மையுள்ளவர் பரிசுத்தமாக்கிடுவார். ஆவியானவர் சரீரமெல்லாம் குற்றமின்றி காத்திடுவார். அழைத்தவரும் உண்மையுள்ளவர் பரிசுத்தமாக்கிடுவார். ஆவியானவர் சரீரமெல்லாம் குற்றமின்றி காத்திடுவார். அதை அணுகாது மகனே. பொல்லாப்பு நேரிடாது நேரிடாது மகனே. அதை உந்தன் கூடாரத்தில் அணுகாது மகனே. பொல்லாப்பு நேரிடாது நேரிடாது மகனே. கொடியிருப்ப பரலோகத்தில் உண்டு. மரப்போகும் ரட்சகரை எதிர்நோக்கி காத்திருப்போம். கொடியிருப்ப பரலோகத்தில் உண்டு. மரப்போகும் ரட்சகரை எதிர்நோக்கி காத்திருப்போம். சேர்ந்து பாடுவோம். அணுகாது மகனே. பொல்லாப்பு நேரிடாது நேரிடாது மகனே. அணுகாது மகனே. பொல்லாப்பு நேரிடாது நேரிடாது மகனே. அற்புதமான ஆரம்பத்தை அசத்தை பறிக்காது. தொடங்கினவர் முடித்திடுவார். சொன்னதை செய்திடுவார். அற்புதமான ஆரம்பத்தை அசத்தை பறிக்காது. தொடங்கினவர் முடித்திடுவார். சொன்னதை செய்திடுவார்.
அணுகாது மகளே பொல்லாப்பு வேறிடாது மகளே அணுகாது மகளே பொல்லாப்பு வேறிடாது மகளே ஆற்றல் அல்ல சக்தி அல்ல இந்த நாவினாலும் நன்மை செய்வோம் துணையாளர் கொண்டிருக்கிறார். ஆற்றல் அல்ல சக்தி அல்ல உங்கள் நாவினாலும் துணையாளர் கொண்டிருக்கிறார். அணுகாது மகளே வேறிடாது மகளே அணுகாது மகளே பொல்லாப்பு வேறிடாது மகளே அணுகாது மகளே வேறிடாது हालेलुया ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കി बाधा तुम्हारे घर के पास नहीं आएगा, कोई भी दुर्घटना तुम्हारे घर के पास नहीं आएगा. हालेलुया ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. परमेश्वर की वायदा है. വാക്ക് മാറാത്ത ദൈവം. वायदा देने के बाद पीछे നല്ല വിശ്വാസത്തോടു കൂടി ഒരു ഹിന്ദി പാട്ട് പാടും. हालेलुया हालेलुया ശക്തിയുമല്ല हालेलुया മനുഷ്യന്റെ കഴിവുകളുമല്ല ദൈവത്തിന്റെ हालेलुया ആത്മാവിനാൽ സകലവും സത്യമാകും. മല परमेश्वर की उस पवित्र आत्मा के द्वारा सब कुछ संभव है. ये पहाड़ जो मिट जाएगा, तुम्हारे सामने खड़े होने वाले हर एक शक्ति से आत्मा के द्वारा न तो बल से न शक्ति से पर अपनी आत्मा के द्वारा ये पहाड़ चल जाएगा, ये पहाड़ चल जाएगा, ये पहाड़ चल जाएगा पर अपनी आत्मा के द्वारा, पर अपनी आत्मा के द्वारा न तो बल से न शक्ति से पर अपनी आत्मा के द्वारा, न तो बल से न शक्ति से पर अपनी आत्मा के द्वारा बन जाएगा, ये तूफान बन जाएगा, बन जाएगा पर अपनी आत्मा के द्वारा, हालेलुया पर अपनी आत्मा के द्वारा न तो बल से पर अपनी आत्मा के द्वारा, न तो बल से न शक्ति से पर अपनी आत्मा के द्वारा हट जाएगा, मुश्किलें हट जाएगा, मुश्किलें हट जाएगा पर अपनी आत्मा के द्वारा,
आत्मा के द्वारा കരങ്ങളെ തട്ടി ഉത്സാഹത്തോടെ ദൈവത്തെ ആരാധിക്കാം. വിശ്വാസത്തോടെ शक्ति से आत्मा के द्वारा ये वो जाएगी, ये वो जाएगी, ये वो जाएगी आत्मा के द्वारा, आपकी आत्मा के द्वारा शक्ति से आत्मा के द्वारा शक्ति से आत्मा के द्वारा हड्डियाँ जी उठेगी, हड्डियाँ जी उठेगी, हड्डियाँ जी उठेगी आपकी आत्मा के द्वारा, आपकी आत्मा के द्वारा शक्ति से आपकी आत्मा के द्वारा पाड़ा करेंगे ताकि जाएगी, ये वो जाएगी, ये वो जाएगी आपकी आत्मा के द्वारा, आपकी आत्मा के द्वारा शक्ति से आपकी आत्मा के द्वारा हड्डियाँ जी उठेगी, हड्डियाँ जी उठेगी, हड्डियाँ जी उठेगी आपकी आत्मा के द्वारा शक्ति से ये पहाड़ डर जाएगा, डर जाएगा, ये पहाड़ डर जाएगा, ये पहाड़ डर जाएगा आपकी आत्मा के द्वारा, आपकी आत्मा के द्वारा शक्ति से आत्मा के द्वारा आत्मा के Praise the Lord. നമുക്ക് അതിനിടയിൽ ഒത്തിരി ഗാനങ്ങൾ ചേർക്കാം. ഹല്ലേലൂയ. ഈ മഹാമാരി ഹല്ലേലൂയ നിന്റെ ആത്മാവിനാൽ മാറിവിടും. हालेलुया। इसके साथ और भी लाइनें जुड़ सकते हैं। ये महामारी जो हमारे पास अभी जो हमारे बीच में है वो भी हट सकता है परमेश्वर के पवित्र आत्मा के द्वारा। आमीन। हालेलुया। शक्ति और बुद्धि से नहीं लेकिन परमेश्वर की उस पवित्र आत्मा के द्वारा सब कुछ हो सकता है। हालेलुया। हालेलुया। വീണ്ടും കർത്താവിനെ ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു നല്ല മലയാളം പാട്ട് പാടി നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെ ദൈവത്തിന്റെ അഭിഷേകം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ അല്ലെ വെളിപ്പെടുവാനിടയാണ്. परमेश्वर के महान कार्य हमारे ऊपर प्रकट होने लगे। Praise the Lord. Hallelujah. ചേർന്ന് പാടി ആരാധിക്കാം ദൈവത്തെ. मिलके गा के परमेश्वर को स्तुति करेंगे। हालेलुया। अभिषेकम
യേശുവിൻ നാമത്തിൽ ആത്മാവിൻ അഭിഷേകം 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 ആത്മാവിൻ അഭിഷേകം ഓ യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെ ആത്മാവിൻ അഭിഷേകം ഓശോവിൽ പകർന്ന അഭിഷേകം അടിമാനുകൾ തകർത്ത അഭിഷേകം ഓശോവിൽ പകർന്ന അഭിഷേകം അഭിഷേകം യേശുവിൻ നാമത്തിൽ ആത്മാവിൻ അഭിഷേകം യേശുവിൻ നാമത്തിൽ ആത്മാവിൻ അഭിഷേകം ദാവീദിന്മേൽ പകർന്ന അഭിഷേകം ആരാധിപ്പാൻ വേണം അഭിഷേകം ദാവീദിന്മേൽ പകർന്ന അഭിഷേകം ആരാധിപ്പാൻ വേണം അഭിഷേകം സിംഹത്തിലെല്ലാം ഗോലിയാത്തെ തകർക്കാൻ ദാവീദിന്മേൽ പകർന്ന അഭിഷേകം സിംഹത്തിലെല്ലാം ഗോലിയാത്തെ തകർക്കാൻ ദാവീദിന്മേൽ പകർന്ന അഭിഷേകം ജയാളിയാക്കിയ അഭിഷേകം ജയാളിയാക്കിയ അഭിഷേകം 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 ആത്മാവിൻ അഭിഷേകം യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെ ആത്മാവിൻ അഭിഷേകം യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെ ആത്മാവിൻ അഭിഷേകം ഏലിയാവിന്മേൽ പകർന്ന അഭിഷേകം പ്രാർത്ഥിക്കാൻ വേണം നൽകും അഭിഷേകം ഏലിയാവിന്മേൽ പകർന്ന അഭിഷേകം പ്രാർത്ഥിക്കാൻ വേണം നൽകും അഭിഷേകം ഏലിയാവിന്മേൽ പകർന്ന അഭിഷേകം ഏലിയാവിന്മേൽ പകർന്ന അഭിഷേകം ജയാളിയാക്കിയ അഭിഷേകം ജയാളിയാക്കിയ അഭിഷേകം 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 ആത്മാവിൻ അഭിഷേകം യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെ ആത്മാവിൻ അഭിഷേകം അഭിഷേകം ആത്മാവിൻ അഭിഷേകം യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെ ആത്മാവിൻ അഭിഷേകം ക്രിസ്തുവിൻ അഭിഷേകം സാത്താനെ തകർത്ത അഭിഷേകം ക്രിസ്തുവിൻ അഭിഷേകം സാത്താനെ തകർത്ത അഭിഷേകം രോഗിക്ക് സൗഖ്യവും വിടുതലും നൽകാൻ രോഗിക്ക് സൗഖ്യവും വിടുതലും നൽകാൻ യേശുവിൽ ഒഴുകിയതാ വീരന്റെ അഭിഷേകം വീരന്റെ അഭിഷേകം 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 ആത്മാവിൻ അഭിഷേകം യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെ ആത്മാവിൻ അഭിഷേകം യേശുവിൻ അഭിഷേകം
ആത്മാവിനഭിഷേകം ഹല്ലേലൂയ യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെ ആത്മാവിനഭിഷേകം യേശുവിന്റെ അഭിഷേകം രോഗിക്ക് സൗഖ്യവും യേശുവിനെന്നും ഒഴുകിയതാം രോഗിക്ക് സൗഖ്യവും യേശു ഒഴുകിയതാം അഭിഷേകം ചേർന്ന് പാടാം അഭിഷേകം ശക്തിപ്പെടുത്തുന്ന അഭിഷേകം ബലപ്പെടുത്തുന്ന അഭിഷേകം ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ അഭിഷേകം അഭിഷേകം വിശ്വാസത്തിൽ ആത്മാവിൽ ആരാധിച്ച് ഈ പകൽക്കാലം ആ ബലം നമ്മുടെ മേൽ പകരപ്പെടട്ടെ ഹല്ലേലൂയ യെസ് ലോർഡ് ആത്മാവിനഭിഷേകം യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെ ആത്മാവിനഭിഷേകം യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെ ആത്മാവിനഭിഷേകം അഭിഷേകം ആത്മാവിനഭിഷേകം യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെ ആത്മാവിനഭിഷേകം യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെ ആത്മാവിനഭിഷേകം Yes, Lord. Hallelujah. Amen. കർത്തനാം ക്രിസ്തുവിൻ അഭിഷേകം ഹല്ലേലൂയ ഓ രോഗിക്ക് സൗഖ്യവും വിടുതലും നൽകുന്ന അഭിഷേകം आमीन हालेलुया बीमारों को चंगाई देने वाला हो आमीन जो मरे हुए को जिंदा करने वाला पर उस अभिषेक ശത്രുവിന്റെ പ്രവൃത്തികളെ അഴിക്കുന്ന അഭിഷേകം शैतान के उस बंधन को तोड़ने वाला खोलने वाला वो अभिषेक परमेश्वर में देने के लिए तैयार बैठे हुए हैं Lord hallelujah അവൻ എത്ര നല്ല ദൈവം നല്ല പിതാവ് hallelujah पिता है हालेलुया നമുക്ക് വേണ്ടി സകലതും ചെയ്തു हमारे लिए सब कुछ करके रखा है കണ്ണുകളെ മൂടി മൗനമായി നമുക്ക് ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കാം करेंगे परमेश्वर को धन्यवाद മാത്രം മതി കർത്താവേ അവിടുത്തെ അഭിഷേകം മാത്രം മതി കർത്താവേ अभिषेक काफी हमारे लिए ഇല്ലാത്തതിനെ എല്ലാം കൊണ്ടുവരുവാൻ അങ്ങനെ അഭിഷേകത്തിനാൽ സാധ്യമാണ് കർത്താവേ ഹല്ലേലൂയ ഓ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം പ്രൈസ് ദി ലോർഡ് ഉറവരവ ശാന്തുരിയ മാത്രം അങ്ങുമാത്രം 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 മതി അങ്ങുമാത്രം മതി എനിക്ക്
യഹോവ എലോഹീം വിശ്രാവാം ദൈവം അങ്ങേ വചനത്താൽ ഉളവായല്ലോ യഹോവ എല്ലിയോൻ അത്യുന്നതൻ അങ്ങെപ്പോലെ മറ്റാരുമില്ല യഹോവ ശാലോം സമാധാനം നൽകി ശാന്തി എന്നിൽ അങ്ങ് മാത്രം മതി അങ്ങ് മാത്രം മതി അങ്ങ് മാത്രം മതി യേശു മാത്രം മതി യേശു മാത്രം മതി യേശു മാത്രം മതി ദാതാവാം ദൈവം അങ്ങ് മാത്രം മതി യഹോവ രാഫ സൗഖ്യദായകൻ അടുപ്പിണരാൽ സൗഖ്യം യഹോവ ശമ്മ എൻ കൂടെ ആവശ്യങ്ങൾ അങ്ങ് മാത്രം മതി യേശു മാത്രം മതി യേശു മാത്രം മതി എനിക്ക് യേശു മാത്രം മതി യേശു മാത്രം മതി യേശു മാത്രം മതി എനിക്ക് യേശു മാത്രം മതി യേശു മാത്രം മതി യേശു മാത്രം മതി എനിക്ക് യേശു മാത്രം മതി യേശു മാത്രം മതി യേശു മാത്രം മതി Oh, worship the Lord Jesus. Praise you. അതേ കർത്താവേ എന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാൻ അങ്ങ് മാത്രം മതി കർത്താവ് യേശു മാത്രം യേശു മാത്രം യേശു മാത്രം Praise the Lord. പിതാവേ നല്ല കർത്താവേ അനുഗ്രഹീതമായ ഈ ആരാധനയുടെ സമയത്തിനായി നന്ദിയോടെ समय की आराधना और स्त्री के समय के लिए मैं आपको ഈ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ ഒരുക്കി കൃപയ്ക്കായി സ്തോത്രം आत्मा और सच्चाई में आराधना करने के लिए मैं तैयार किया इसलिए मैं आपको धन्यवाद करते हैं നന്മകളാൽ ഞങ്ങളെ നിറച്ചതിനാൽ സ്തോത്രം ചോദിച്ചതിലും നിലച്ചിലും അത്യന്തപരമായി ഞങ്ങളെ കഴിഞ്ഞ ആഴ്ചകാലം നടത്തിയതിനാൽ സ്തോത്രം मांगने से बढ़कर पूछने से बढ़कर प्रभु आपने हमें संभाला है इसलिए हम धन्यवाद करते हैं വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനാൽ സ്തോത്രം महाकार्य को बोलने के लिए घोषणा करने के लिए हमें बुलाया इसलिए हम धन्यवाद करते हैं आपके चरणों में बैठे हैं വീണ്ടും ഞങ്ങളെ നടത്തണം ये ആവശ്യമായിരിക്കുന്ന നൽകി തരണം वजह से हमें भर दीजिए ഞങ്ങളെ ബലപ്പെടുത്തണം ഉത്സാഹമുള്ളവരാക്കി തീർക്കണം കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ പ്രവർത്തിപ്പാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം
आपके लिए खड़े होने के लिए, आपके लिए काम करने के लिए हमें तैयार करिए। ഞങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കും. हमको लेकर के समझने के लिए हमारे अंदर बुद्धि डालिए। हम अपने उस स्थान में वापस आने के लिए हमें कृपा करो। ഞങ്ങളിൽ ഏൽപ്പിക്കുന്നു. आपके हाथ में समर्पण करते हैं। പ്രാർത്ഥനകർത്താവിനാൽ സ്തോത്രം. इसलिए धन्यवाद യേശുവിന്റെ നാമത്തിൽ തന്നെ. यीशु के नाम से। ആമേൻ. आमीन। ഹല്ലേലൂയ. हालेलुया। അനുഗ്രഹിക്കുവാൻ. परमेश्वर हम सबको बहुत आयत से आशीष करने पाए। നമുക്ക് ദൈവത്തിന്റെ തിരുവചനത്തിന്റെ ഒരു ഭാഗം വായിക്കാം. സങ്കീർത്തന പുസ്തകങ്ങൾ भजन संहिता की किताब 27-ാമത്തെ അധ്യായം കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇംഗ്ലീഷ് വായിക്കും. 27वां भजन संहिता यहाँ पे बच्चे आपके लिए पढ़ेंगे। എടുത്ത് തുറന്നു വെച്ച് വചനങ്ങളിലേക്ക് നിങ്ങൾ വായിച്ചു കൊണ്ടുവരിക. कोई भी भाषा के भजन हो उसको खोलिए और देखिए। हालेलुया। भजन संहिता 27 Psalms number 27. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് നൽകി തന്ന നല്ല സങ്കീർത്തനത്തിനായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി ഈ പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ എല്ലാ കൃപകളും നമ്മുടെ മേൽ അവൻ ധാരാളമായി പകരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അവന്റെ ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ മേൽ പകരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ എത്ര നല്ലവനാണ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് ഹല്ലേലൂയ നല്ല സങ്കേതമാണ് നമ്മൾ സങ്കീർത്തനക്കാരൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ നമുക്ക് കോട്ടയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ നമുക്ക് എല്ലാം എല്ലാമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നല്ല പിതാവാണ്. ഹല്ലേലൂയ. നമ്മുടെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവ്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും യഹോവ എന്നെ എന്ത് ചെയ്യില്ല, ഉപേക്ഷിക്കുകയില്ല. ഈ ഭൂമിയിൽ ആരും നമ്മളെ എപ്പോ വേണേലും ഉപേക്ഷിക്കാം. ഹല്ലേലൂയ. എന്നാലും ദൈവം നമ്മളെ കൈവിടുകയില്ല. അവൻ നമ്മുടെ മടങ്ങി വരവിനായി കാത്തിരിക്കും. ഹല്ലേലൂയ. ഈ പകൽക്കാലം അവന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കും. നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചു. നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ദൈവം ഉത്തരം നൽകി. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. പൂർണ്ണമായി വിശ്വസിക്കുന്നു. സകല പ്രാർത്ഥനകൾക്കും ദൈവം ഉത്തരം നൽകി. എന്നാൽ ചിലത് മെറ്റീരിയലി ഫിസിക്കലി നമുക്ക് ചിലത് പെട്ടെന്ന് കാണുവാൻ അല്ലെങ്കിൽ അനുഭവിക്കുവാൻ കഴിഞ്ഞു. എന്നാൽ ചിലത് നമുക്ക് ഇപ്പോഴും പൂർണ്ണമായി അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല.
അതിനാൽ കേരളത്തിലെ ആ വലിയ മഴ, അതിൻ്റെതായ കെടുതികൾ അതെല്ലാം കഴിഞ്ഞ ആഴ്ചകളിൽ അതിഭയങ്കരമായിരുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചു. सबने प्रार्थना किया, നമ്മുടെ പ്രാർത്ഥന കേട്ടു. परमेश्वर ने हमारे प्रार्थनाओं को മഴയുടെ सुना। കാഠിന്യമൊക്കെയും കുറഞ്ഞു. बारिश की जो कठिनाई जो है कम हो गया। ഹല്ലേലൂയ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. इसका मतलब है हम परमेश्वर हमारी प्रार्थनाओं को सुनते हैं। വിശ്വസിക്കണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥനയിൽ ചോദിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, അപ്പോൾ നിങ്ങൾക്കത് ഉണ്ടാകും. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ വീണ്ടും ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ अभी പോകുന്നു. भी हम कुछ बातों के लिए प्रार्थना करें। അല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കുകയാണ്. थोड़ी देर प्रार्थना के लिए मना करें। ഹല്ലേലൂയ. ലോകം മുഴുവനും ഈ മഹാമാരി നമുക്കറിയാമല്ലോ, അനേകര് ബലഹീനരാകുന്നു, മരണത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ പലരും പലവിധമായ ഭാരങ്ങളിലായിരിക്കുന്നു. मुश्किलें हमारे सामने हैं। ഹല്ലേലൂയ. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് കുതിച്ചോടിക്കൊണ്ടിരിക്കുന്നു. ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും പകർച്ചവ്യാധികളും കർത്താവിന്റെ വരവിനെ വളരെ വ്യക്തമാക്കി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. दुनिया के अंदर होने वाला हर एक भूकंप, महामारी, എങ്കിലും വൃതന്മാർ നിമിത്തം ദൈവം ആ നാളുകളെ ചുരുക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്ക് ഈ പ്രത്യേക ഈ രോഗത്താൽ ഭാരപ്പെടുന്ന ബലഹീനരായിരിക്കുന്നവരെല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. इस समय उनके लिए प्रार्थना करेंगे जो इस समय जो इस महामारी से पीड़ित है और मुश्किलों में पड़े हुए सारे लोगों को याद करके പലരും നമ്മളോട് പ്രാർത്ഥനയ്ക്കായി ചോദിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പകൽക്കാലം പ്രാർത്ഥിക്കാം. ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. देश के लिए प्रार्थना करेंगे। നമ്മുടെ അധികാരികൾക്ക് ദൈവം ദൈവിക ജ്ഞാനം കൊടുക്കുവാൻ കൊണ്ട് പ്രാർത്ഥിക്കാം. हम प्रार्थना करेंगे हमारे अधिकारी परमेश्वर बुद्धि और सामर्थ्य। നമ്മുടെ കൃഷിക്കാരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേക നമ്മുടെ ഈ മഹാമാരിയായിട്ട് ബന്ധപ്പെട്ട് ശുശ്രൂഷിക്കുന്നവർ, ഡോക്ടേഴ്സ് ആയിട്ടുള്ളവര്, മറ്റുള്ള തുറകളിലുള്ളവർ എല്ലാവരെയും ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. खासकर हम उन लोगों के लिए प्रार्थना करेंगे जो इस महामारी से पीड़ित लोगों को सेवा करने वाले बहुत लोग हैं, जो डॉक्टर्स हैं, नर्सेस हैं, पुलिस वाले हैं, लोग हैं जुड़े लोगों के लिए प्रार्थना। നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെ ഓർത്തുകൊണ്ട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. हमारे वैज्ञानिक लोगों परमेश्वर के आगे समर्पण करके प्रार्थना। ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ അവർക്ക് ആവശ്യമായ ദൈവിക ജ്ഞാനം കൊടുക്കുവാനും എത്രയും പെട്ടെന്ന് വാക്സിൻ കണ്ടുപിടിക്കപ്പെടുവാനും ഈ മഹാമാരിയിൽ നിന്ന് ലോകം മുഴുവൻ വിടുവിക്കപ്പെടുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. परमेश्वर ताकि इसकी महामारी के लिए, इस बीमारी के लिए एक अच्छा दवा जल्दी से जल्दी ഞങ്ങൾ ഇവിടെ കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ കാണുന്ന നിങ്ങളും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഹല്ലേലൂയ കരങ്ങളെ കോർത്ത് ഹല്ലേലൂയ പ്രാർത്ഥിച്ച് സ്തോത്രം പറയും. സ്വർഗ്ഗപിതാവേ, നല്ല കർത്താവേ, അനുഗ്രഹീതമായ ഈ മധ്യാഹ്ന സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഏത് സമയത്തും കൃപാസനത്തിലേക്ക് വരുവാൻ ക്രിസ്തുയേശുവിന്റെ നാമം ഞങ്ങൾക്ക് നൽകിയിരിക്കാൻ സ്തോത്രം. ആ അധികാരത്തോടെയും അവകാശത്തോടെയും ഈ പകൽക്കാലം ഞങ്ങൾ ഹല്ലേലൂയ അങ്ങയുടെ സിംഹാസനത്തിലേക്ക് കടന്നു വരികയാണ്. ഈ ലോകം മുഴുവനും ഉള്ളതായ കർത്താവ് മഹാമാരിയെയും അതിനാൽ പീഡിപ്പിക്കപ്പെടുന്നവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മനുഷ്യരാൽ അസാധ്യമായ ദൈവത്താൽ സാധ്യമെന്ന് ഞങ്ങൾക്കറിയാം. അവിടുത്തെ ആത്മാവിനാൽ അസാധ്യമായതൊന്നുമില്ല കർത്താവേ. രോഗികളെ സൗഖ്യമാക്കണമേ. അതുമായി ബന്ധപ്പെട്ട് ശുശ്രൂഷിക്കുന്നവരെ സംരക്ഷിക്കണമേ. നഴ്സുമാരെയും ഡോക്ടേഴ്സിനെയും കർത്താവെ, അതുമായി ബന്ധപ്പെട്ട പാരാമെഡിക്കൽ സ്റ്റാഫുകളെയും പോലീസ് കർത്താവെ, അല്ലെങ്കിൽ സേനകളെയും സോഷ്യൽ വർക്കേഴ്സിനെയും എല്ലാം കർത്താവ് സൂക്ഷിച്ച് സംരക്ഷിച്ചു കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. परमेश्वर उनको सेवा करने वाले हर एक लोगों को आपके हाथ में समर्पण करते हैं, खासकर डॉक्टर्स हो गए, नर्सेस प्रभु, हालेलुया, सैनिटेशन वर्कर्स, सोशल वर्कर्स, पुलिस वाले, जो सेना के लोग हैं प्रभु, और मीडिया के लोग हैं प्रभु, हर किसी को आपके हाथ में समर्पण
ഞങ്ങളുടെ ശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. खासकर हम वैज्ञानिक लोगों के लिए प्रार्थना करते हैं। ജ്ഞാനത്തിന്റെ ഉറവിടം അങ്ങാണല്ലോ. परमेश्वर ज्ञान की जो स्रोत आप ही है प्रभु। മനുഷ്യന് കർത്താവ് ജ്ഞാനം കൊടുക്കുന്നവൻ അങ്ങാണല്ലോ. इंसान को बुद्धि देने वाला आप ही है। ആ ശാസ്ത്രജ്ഞന്മാർക്ക് കർത്താവ് ഈ മരുന്നിന് വാക്സിൻ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയും കർത്താവ് ദൈവിക അഭിഷേകം അവരുടെ മേൽ പകരണമേ. परमेश्वर आपकी और बुद्धि और सामर्थ्य उनको भर दीजिए प्रभु, ताकि एक बहुत अच्छा दवा इस महामारी के लिए मिलने पाए। കണ്ടുപിടിക്കുന്ന വാക്സിൻ കർത്താവെ എന്നേക്കുമായി ഈ കൊറോണ COVID-19 എന്ന കർത്താവെ ഈ വൈറസിനെ പൂർണ്ണമായും തുടച്ചു മാറ്റുവാൻ കഴിവുള്ളതാക്കി അതിന്റെ മേൽ ശക്തി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. परमेश्वर वो मिलने वाला दवा जो है इस महामारी को पूरी तरह खत्म करने लायक होने पाए प्रभु। ഭൂമിയിൽ മാനവജാതി ജീവിച്ചിരുന്നു ദൈവത്തെ സ്തുതിക്കുവാൻ തമ്പുരാൻ ഞങ്ങളോട് കരുണ കാണിക്കണം. आमीन। परमेश्वर इस पृथ्वी में हम लोग इंसान रहते हुए आपको स्तुति और महिमा करने के लिए आप कृपा करो। എത്രയും പെട്ടെന്ന് വാക്സിൻ ലഭിക്കട്ടെ കർത്താവ്. दवा ലോകം മുഴുവനും സകല രാജ്യങ്ങളിലും വലിയവർക്കും ചെറിയവർക്കും കർത്താവ് സമ്പന്നർക്കും ദരിദ്രർക്കും മരുന്ന് ഫ്രീ ആയിട്ട് ലഭിക്കട്ടെ. परमेश्वर पूरे दुनिया भर के लोगों को, चाहे छोटे हो बड़े हो अमीर हो गरीब हो प्रभु, सबको एक जैसा फ्री में वो दवा मिलने पाए। ഹല്ലേലൂയ. എല്ലാവരും ഈ കർത്താവെ മഹാമാരിയിൽ നിന്ന് വിടുവിക്കപ്പെടട്ടെ. हर कोई इस महामारी से छुटकारा पाने पाए। അവരുടെ മഹാദയയും സ്നേഹവും ഒരിക്കൽ കൂടെ വെളിപ്പെടുത്തിയാണ്. कृपा और प्यार हमारे ऊपर डाल दीजिए प्रभु। ഞങ്ങളുടെ വ്യവസായികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. हमारे किसानों को हम याद അവിടെ करते हैं। അധ്വാനമാണല്ലോ ഞങ്ങൾ കർത്താവെ സമൃദ്ധിയായ ആഹാരം കഴിക്കുവാൻ परमेश्वर കാരണം. उनकी मेहनत है प्रभु, जो हम बहुत आय से जो खाना खा रहे हैं വൃഥാവായി പോകരുത്. वो व्यर्थ नहीं होने पाए। അവർക്കെതിരായി എഴുതപ്പെട്ടിരിക്കുന്ന സകല കയ്യെഴുത്തുകളും സകല എഗ്രിമെന്റുകളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണ്. उनके विरुद्ध लिखने वाले हर एक नियम को आप तोड़ देते हैं प्रभु, കർത്താവേ, cancel करते അവരുടെ हैं। അധ്വാനത്തിന്റെ ഫലം അവർക്ക് ലഭിക്കണം. उनकी मेहनती कमाई उनको मिलने पाए। ഇനി ഒരു കർത്താവെ വ്യവസായിയും അല്ലെങ്കിൽ കർത്താവെ ആത്മഹത്യ ചെയ്യുവാൻ സ്വർഗ്ഗം അനുവദിക്കണം. कोई भी किसान परमेश्वर सुसाइड आत्महत्या न करने पाए। അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ദൈവം കാത്തു സൂക്ഷിക്കണം. उनके परिवार को, उनके बच्चों को आप संभालिए। അവർക്ക് വേണ്ടി സർക്കാരുകളെ കർത്താവെ അല്ലേലൂയ അനുകൂലമാക്കണം. परमेश्वर उनके लिए नियम और अधिकारी लोग अनुकूल होने पाए। ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണം. आपकी प्रवृत्ति में महान कार्य होने കർത്താവ് പ്രവർത്തിക്കുമാറാകണം. आप काम करिए प्रभु। അല്ലെ വലിയ അത്ഭുതം ചെയ്യുമാറാകണം. महान चमत्कार ദൈവത്തിന്റെ കൃപ കർത്താവെ സ്വരം പകരണമേ. करिए। आपकी कृपा हर एक के ऊपर होने पाए प्रभु। ദൈവം കർത്താവ് പ്രവർത്തിക്കുമാറാകണമേ. आपकी कृपा होने पाए प्रभु। ദൈവത്തിന്റെ കർത്താവെ സ്വര വഴികൾ അല്ലെ വെളിപ്പെടുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. आपके कृपा और आपके रास्ता उनके लिए खोलने पाए। ദൈവ പ്രവൃത്തി വെളിപ്പെടുത്ത കർത്താവ് आपके महान कार्य होने पाए। ഞങ്ങളുടെ എല്ലാ അല്ലെ കർത്താവെ സ്തോത്രം അല്ലേലൂയ അധികാരികളെയും കർത്താവെ ഞങ്ങളുടെ രാജാക്കന്മാരെയും ദേശങ്ങളെയും എല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. परमेश्वर हम अपने राज्य के हर एक अधिकारी लोगों, पूरे दुनिया भर के अधिकारी लोगों को, राज करने वाले हर एक व्यक्तियों को आपके हाथ में समर्पण करते हैं। കർത്താവ് പ്രവർത്തിക്കുമാറാകണമേ. आप कार्य करने प्रभु, അവിടുത്തെ അല്ലെ അത്ഭുതം ചെയ്യുമാറാകണമേ. आप चमत्कार करिए प्रभु परमेश्वर। ദൈവിക വിടുതലയക്കുമാറാകണമേ കർത്താവ്. आपके कृपा और छुटकारा होने पाए। ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി കർത്താവെ സ്തോത്രം ഹല്ലേലൂയ അവർക്ക് ദൈവിക ജ്ഞാനം കൊടുക്കുമാറാകണമേ. परमेश्वर आपके कृपा और ज्ञान से उनको भर दीजिए प्रभु। ഹല്ലേലൂയ പ്രവർത്തിക്കണമേ കർത്താവെ. आप काम करिए प्रभु। ഹല്ലേലൂയ हालेलुया। ദൈവത്തിന്റെ വിടുതൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് സഹായിക്കുമാറാകണം. आपके छुटकारा हर किसी को होने पाए प्रभु। കർത്താവ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. आप कार्य किया इसलिए हम धन्यवाद करते हैं। ഹല്ലേലൂയ हालेलुया। അനുഗ്രഹിക്കണമേ കർത്താവെ. आप आशीष करिए प्रभु। ദൈവിക വിടുതൽ കർത്താവെ നൽകിത്തന്ന് ഹല്ലേലൂയ കർത്താവ് മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. परमेश्वर आपकी कृपा और छुटकारा हमारे ऊपर होने पाए। हालेलुया। ഹല്ലേലൂയ കർത്താവെ ഞങ്ങളുടെ കർത്താവെ എല്ലാ വിഷയങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. परमेश्वर हर एक बातों को आपके हाथ में हम समर्पण करते हैं। ഹല്ലേലൂയ ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തിയാട്ടെ. परमेश्वर आपके काम होने पाए। ഹല്ലേലൂയ ദൈവിക വിടുതലയച്ചാട്ടെ കർത്താവ്. आपके छुटकारा होने पाए। ദൈവത്തിന്റെ കർത്താവെ വഴികൾ ഹല്ലേലൂയ അനുഭവിച്ചറിയുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. परमेश्वर आपके कामों को समझने के लिए मैं बुद्धि और सामर्थ्य दीजिए प्रभु। ജനങ്ങൾ വിടുവിക്കപ്പെടട്ടെ കർത്താവ്. लोग छुटकारा पाने पाए। ദൈവം വലിയവ ചെയ്യുന്നതിനാൽ സ്തോത്രം. आप महान कार्य करते हैं इसलिए धन्यवाद। ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിലും കർത്താവ് പ്രവർത്തിക്കുകയാണ് സ്തോത്രം. हमने जो भी प्रार्थना की है प्रभु, सबके ऊपर आपने कार्य किया इसलिए हम आपको അങ്ങയുടെ धन्यवाद। രണ്ടാം വരവിലെയും ദൈവസഭയെ കർത്താവ് രക്തക്കോട്ടയ്ക്കുള്ള മറച്ചു സൂക്ഷിക്കണം. परमेश्वर आपके दूसरे आगमन तक आपके कलीसियाओं को आप अपने लहू के उस महान किले के पीछे छुपाइए प्रभु। കർത്താവെ ചില സമയങ്ങൾ കൂടെ കർത്താവെ സ്തോത്രം ഹല്ലേലൂയ അല്ലെ ചിലർ കൂടെ കർത്താവെ ദൈവരാജ്യത്തിൽ എത്തിച്ചേരുവാൻ ദിവസങ്ങൾ കർത്താവ് കരുണ കാണിക്കണം. परमेश्वर कुछ लोग और परमेश्वर आपके राज्य में आने के लिए आप कृपा और करुणा दिखाइए प्रभु। സത്യത്തെ അറിയുവാൻ കർത്താവ് ജനങ്ങളുടെ കണ്ണുകളെ തുറക്കണം. परमेश्वर सच्चाई को जानने के लिए हर एक लोगों की आंखों को खोल दीजिए प्रभु। ജീവിക്കുന്ന ദൈവം ഒരുവനുണ്ടെന്നും അത് യേശു ക്രിസ്തു ഒരുവൻ മാത്രമാണെന്നും ജനം മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കും.
परमेश्वर एक जिंदा परमेश्वर है करके और वो यीशु मसीह है करके समझने के लिए പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ ബോധം വരുത്തണം. परमेश्वर पाप और न्याय और नीति के धर्म के बारे में समझने के लिए इनको बुद्धि और सामर्थ्य दीजिए. കണ്ണ് തുറക്കപ്പെട്ടവർ അല്ലെ മറ്റുള്ളവരോട് ദൈവത്തിന്റെ സുവിശേഷം പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള കൃപ മനസ്സ് ആത്മീയ കണ്ണുകൾ അവർക്ക് തുറന്നു കൊടുക്കണം. परमेश्वर जब आपके सुसमाचार सुनाया जाता है प्रभु तब वो समझने के लिए उनको दिलों को और आंखों को खोल दीजिए. സമയം കുറവാണല്ലോ കർത്താവേ, समय की कमी है. അടിയങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കണമേ. आप उतर के कार्य करिए. അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവരാജ്യം എക്സ്പാൻഡ് ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. आपके राज्य की बढ़ोतरी होने पाए. ചെയ്യുന്നതിനാൽ സ്തോത്രം. हमसे करने वाले इसलिए धन्यवाद. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. आपने हमारी प्रार्थनाओं को सुन लिया इसलिए യേശുവിന്റെ धन्यवाद. നാമത്തിൽ തന്നെ. यीशु मसीह के नाम से प्रभु. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹല്ലേലൂയ കരങ്ങൾ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തവുമായി നിങ്ങളെ അറിയിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. सुबह की समय में परमेश्वर ने मुझे समझाया हुआ एक बात को आपके सामने रखना चाहता हूँ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മുടെ മടങ്ങി വരവിനായി കാത്തിരിക്കുന്നവനാണ്. हमारे जो पिता परमेश्वर जो हमारे वापसी के लिए या हमारा पुनर्स्थापना के लिए इंतजार करते हैं. ഹല്ലേലൂയ. അവൻ മടങ്ങി വരവിനായി കാത്തിരിക്കുന്നത് മാത്രമല്ല, നമ്മളെ അവൻ മടക്കി വരുത്തുന്നവൻ അല്ലെങ്കിൽ അവൻ നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. हमारा पिता परमेश्वर जो हमें पुनर्स्थापना करने वाला परमेश्वर है. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. किताब उसका 8:32 में ऐसे लिखा है, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? जिसने अपने निज पुत्र को भी ना रख छोड़ा परंतु उसे हम सब के लिए दे दिया, उसके साथ हमें और सब कुछ क्यों ना देगा. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി സകലവും നൽകി തന്നിരിക്കുക, നമ്മെ അവന്റെ മക്കളാക്കി തീർക്കുവാൻ, അവനോട് കൂടെ നമ്മെ ഇരുത്തുവാൻ അവൻ നമുക്ക് വേണ്ടി സകലവും ചെയ്തു കഴിഞ്ഞിരിക്കുക. आमीन. परमेश्वर ने अपने साथ हम बैठने के लिए और यीशु मसीह के साथ बिठाने के लिए यीशु मसीह के साथ साथ हमें सब कुछ दे दिया है. ഹല്ലേലൂയ. ഇനി സ്വർഗത്തിൽ നിന്നും നിങ്ങളെ വീണ്ടെടുക്കുവാൻ വേറെ ഒന്നും ദൈവത്തിന് തരുവാൻ കഴിയുകയില്ല. अब स्वर्ग से जो परमेश्वर की उस जगह से हमें बहाल करने के लिए या पुनर्स्थापना करने के लिए और कुछ नहीं रखा है. നിങ്ങളെ വീണ്ടെടുക്കുവാൻ ദൈവം ഏറ്റവും വലിയൊരു വില കൊടുത്തു കഴിഞ്ഞു. हमारे पुनर्स्थापना के लिए हमारी बहाली करने के लिए परमेश्वर ने एक बहुत बड़ा दाम दे दिया है. അത്രയും വലിയ വില നൽകിയ ദൈവം നിങ്ങളെ ഉപേക്ഷിച്ച് കളയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? इतना बड़ा दाम दिया हुआ परमेश्वर हमें कभी त्यागेगा? ഹല്ലേലൂയ. ഒരിക്കലും അവൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. कभी नहीं त्यागेगा. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ നാം പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. लेकिन बहुत बार हमें गलत समझते हैं. ഹല്ലേലൂയ. हालेलुया. നമ്മളെ കർത്താവ് ഉപേക്ഷിച്ചവരാണ്. ദൈവത്തിന് നമ്മെ ഉപേക്ഷയില്ലാത്തതായ बहुत बार शैतान के उस लोगों के बातों से फंसने के बाद हम गलत सोच विचार में पड़ जाते हैं. हमें हमारा जो पराजय शुरू हो जाता है. വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് സുവിശേഷത്തിൽ എടുത്തു കാണിച്ചിട്ടുണ്ട്. हमारे लिए काम करने वाले एक व्यक्ति के जीवन के बारे में यीशु मसीह ने परमेश्वर ने अपने वचन में लिखा हुआ है, दिखाया है. മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ സന്തോഷിക്കുന്ന ഒരു പിതാവിനെ യേശുക്രിസ്തു വളരെ വ്യക്തമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 15-ാമത്തെ അധ്യായത്തിൽ വരച്ചു കാട്ടിയിട്ടുണ്ട്. एक व्यक्ति एक बेटे के वापसी का जो खुशी मनाने वाले एक पिता के बारे में परमेश्वर के वचन से देखते हैं. ലൂക്കോസ് 15-ാം അധ്യായത്തിന് 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കാണാതെ പോയ ആടിനെ പറ്റിയും लूक रचित समाचार उसका 15 का 4 से 6 तक एक गुम उस भेड़ के बारे में 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കാണാതെ പോയ 10 ദ്രഹ്മയെ പറ്റിയും 8 उसके 8 और 9 में जो गुम हुआ उस द्रह्म के बारे में അതേ അധ്യായത്തിന്റെ 11 മുതൽ 24 വരെയുള്ളതായ വാക്യങ്ങളിൽ കാണാതെ പോയ ഒരു പുത്രനെ പറ്റിയും നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. 11 से 24 तक जो अगर पढ़ेंगे तो आपको पता चलाएगा वहां पे जो गुम हुआ
वहाँ एक बेटे के बारे में। എന്നാൽ 4:6 അതായത് കാണാതെ പോയ ആടും കാണാതെ പോയ ദ്രഹ്മയെക്കാളും കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്താണ് കാണാതെ പോയ മകനെ മടങ്ങി വരവിനെയും കുറിച്ച് കർത്താവ് കഥ പറയുന്നു. लेकिन उस भेड़ से बढ़कर, उस द्रव्य से बढ़कर परमेश्वर ने उस बेटे के बारे में ज्यादा ज्यादा समझाते हुए हमें बताता है। നഷ്ടപ്പെട്ടു പോയ തന്റെ മകനെ നോക്കി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പിതാവ്. उस खोया हुआ उस बेटे के इंतजार में बैठा हुआ एक पिता। ഹല്ലേലൂയ. ഞാൻ വളരെ വ്യത്യസ്തമായിട്ടൊരു കാര്യം ഇവിടെ ചിത്രീകരിക്കാൻ പോവുകയാണെന്ന് പകൽക്കാലം. मैं आज सुबह के समय एक आपको खास बात बताना चाहता हूं। സാധാരണ പ്രസംഗിക്കുന്നവരൊന്നും ഈ കാര്യം ചെയ്യാറില്ല. ज्यादातर प्रचार करने वाले ये बात नहीं बताते। ഞാൻ വളരെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പോവുകയാണ്. लेकिन मैं किसी अलग तरीके से आपको बता रहा हूं। കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമ കണ്ടു. मैंने एक पिक्चर देखा। പാസ്റ്റർ സിനിമ കണ്ടു. मैं सिनेमा देखा। പാസ്റ്റർ നരകത്തിൽ പോകും. नरक में जाएगा। നിങ്ങൾ വിധിക്കണ്ട, കർത്താവ് വിധിച്ചോ. आप मेरा न्याय मत करना, परमेश्वर करेगा। ഞാൻ കണ്ടത് എന്റെ കുഞ്ഞുങ്ങളോട് കൂടി ഇരുന്ന് ആ പിക്ചർ കണ്ടത്. मैं अपने बच्चों के साथ वो पिक्चर देखा। ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യാ, റെക്കമെൻഡ് ചെയ്യാ, നിങ്ങളും ആ പിക്ചർ കാണണം. मैं आपको बता रहा हूँ, आप भी वो पिक्चर देख लीजिए। ഹല്ലേലൂയ. പിക്ചറിന്റെ പേരാണ് ദ ലയൺ കിങ്. पिक्चर का नाम है कि लायन किंग। ഹല്ലേലൂയ. ആ പിക്ചർ ദൈവമക്കൾ കാണണം. ഞാനതാ പറയുന്നത്, ഞാൻ റെക്കമെൻഡ് ചെയ്യും നിങ്ങളോട് അത് കാണണം. मैं आपको बोल रहा हूँ कि परमेश्वर के अगर बच्चे हैं तो आपको उस पिक्चर देखना चाहिए। നിങ്ങൾ തീർച്ചയായിട്ടും പിക്ചർ കാണണം. आप लोगों को पिक्चर देखना है। ചില കാര്യങ്ങൾ നമ്മളെ ബുദ്ധിക്കകത്ത് കയറണമെങ്കിൽ പിക്ചറൈസ്ഡ് ചെയ്ത് കാണിച്ചാലേ കയറത്തുള്ളൂ. कुछ बातें हमारे बुद्धि में जाना है तो हमारे विश्वास में वो दिखाएगा तभी पता चलता കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തുറക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ പടമായിട്ട് തന്നെ കാണും. है। हमारे आंखें खुलना है तो कुछ पिक्चर के समान हमारे सामने होना चाहिए। യേശുക്രിസ്തു ശുശ്രൂഷിക്കുമ്പോഴെല്ലാം പടങ്ങൾ കാണിച്ച ശരിക്കും പറഞ്ഞ യേശുക്രിസ്തു സൃഷ്ടിച്ചത്. യേശുക്രിസ്തുവിന്റെ പ്രസംഗങ്ങൾ മുഴുവനിൽ വീഡിയോഗ്രാഫി ഉണ്ടായിരുന്നു. जब यीशु मसीह अपना प्रचार करते थे तो वो अपने विजुअल के द्वारा या एक पिक्चर के द्वारा लोगों को समझाते थे। ഒരു വ്യവസായ സ്ഥലത്ത് ഒരു നിലത്ത് ചെന്നപ്പോൾ കർത്താവ് അവിടെ വിതയ്ക്കുന്ന ഒരു കൃഷിക്കാരനെ ജനത്തിന് ചൂണ്ടിക്കാണിച്ചു. जब एक खेत में वहां पे पहुंचा तो वहां पे खेती बाड़ी करने वाले एक किसान को दिखा के उनसे बात किया। അവന്റെ ചിത്രം തന്റെ ശ്രോതാക്കൾക്ക് കാണിച്ചു കൊടുത്ത് അവൻ എന്താണ് ചെയ്യുന്നതെന്നുള്ള വ്യക്തമായ ഒരു വീഡിയോ, ഒരു പിക്ചർ യേശു അവർക്ക് കാണിച്ചു കൊടുത്തു. किसान क्या कर रहे करके उनको एक तरफ से उनको दिखाया, उनको उस किसान के द्वारा उनको समझाया। वो उनके दिलों में गहराई से पहुंच गया, उनको स्वर्गराज के बारे में पता चलेगा। ഇടയ്ക്ക് കർത്താവ് ചെന്നപ്പോൾ मच्छी पकड़ने वालों के അവിടെ बीच മീൻ में പിടിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മീൻ പിടിച്ച് കരയിൽ കൊണ്ടുവന്ന ഒരു മനുഷ്യന്റെ ചിത്രം കാണിച്ചു കൊടുത്തു. वहां पे मच्छी पकड़ के बाहर उस जाल खींच के लेके आने वाले उस मछुआरे को परमेश्वर ने മനോഹരമായ ഒരു വീഡിയോ. एक वीडियो दिखाया। മീൻ പിടിക്കുന്നു, एक व्यक्ति मच्छी पकड़ കരയിൽ കൊണ്ടുവരുന്നു, लेके आ വല रहा है, തുറക്കുന്നു, वो जाल को खोल रहा है, जो खराब मच्छियों को बाहर फेंक रहा നല്ലതെല്ലാം അവൻ കൂട്ടിവെക്കുന്നു. है, अच्छे मच्छियों को एक तरफ। വളരെ വ്യക്തമായ ഒരു വീഡിയോ. एक साफ वीडियो। യേശുക്രിസ്തുവിന്റെ ശ്രോതാക്കൾക്ക് ദൈവരാജ്യത്തെ പറ്റി മനസ്സിലാക്കാനിടയായി. यीशु मसीह के सुनने वालों को उस आनंद राज्य के बारे में पता चला। അതുപോലെ തന്നെയാണ് ചില സമയങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വീഡിയോഗ്രാഫിയിൽ കൂടെ കാണിച്ചു തരും. वैसे ही है, परमेश्वर जो है हमारे जिंदगी में भी कुछ बातें हमें एक वीडियोग्राफी की तरफ दिखाएगा। ദൈവം എനിക്ക് ഈ പിക്ചർ കാണിച്ചു തന്നപ്പോൾ ഞാൻ ആ പിക്ചർ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ശക്തമായിട്ട് ഇടപെടുവാനിടയായി. जब देख रहा था तो पवित्र आत्मा मुझसे बात किया। ഹല്ലേലൂയ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ കഥയുടെ ഇതിവൃത്തം അതിന്റെ ഷോർട്ടായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. നിങ്ങൾ അത് കാണണം, ഇരുന്ന് കുഞ്ഞുങ്ങളോട് കൂടി ഇരുന്ന് കാണണം. വേദപുസ്തകം എടുത്തു വെച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്. उस पिक्चर आप अपने बच्चों को दिखाना है और अपना बाइबल खोल के उनको समझाना भी है। അതിനകത്തൊരു നിഷ്കളങ്കനായ ഒരു സിംഹക്കുട്ടി, उसमें एक बहुत भोला एक शेर का बच्चा, അവനാണ് അടുത്ത രാജാവ് ആ കാട്ടിലെ. वो शेर जो है, उस शेर का बच्चा जो है अगला उनका राजा। അവന്റെ അപ്പന് ശേഷം ഭരിക്കേണ്ട രാജാവ് അവനാണ്. उसके पिता के बाद जो है उस जंगल को राज करने वाला राजा है। എന്നാൽ അപ്പന്റെ അനുജനായിരിക്കുന്ന വേറൊരു സിംഹം ആ സ്ഥാനം തട്ടിയെടുക്കുവാൻ വേണ്ടി ആ നിഷ്കളങ്കനായിരിക്കുന്ന സിംഹക്കുഞ്ഞിനെ കബളിപ്പിക്കുകയാണ്. लेकिन उसका जो उस शेर के बच्चे के पिता, उनका चाचा जो है, उसको बहुत धोखा देते हैं कि वो खुद राज करना चाहते हैं।
वो शेर का बच्चा जो है हम देखते हैं कि वो सच्चाई को ना पता चलते वो भाग रहा वहां से, അവൻ അങ്ങനെ വേറൊരു സ്ഥലത്ത് ചെല്ലുകയും वो दूसरे जगह पे पहुंच ഒരു गए। സിംഹം തിന്നാൻ പാടില്ലാത്തത്, കഴിക്കാൻ പാടില്ലാത്തത്, കൂട്ടുചേരാൻ പാടില്ലാത്തവരുടെ കൂട്ടത്തിൽ ചേരുകയും കഴിക്കുകയും ചെയ്ത് അവൻ ആരാണെന്ന് അവൻ മറന്നുപോവുകയാണ്. के जहाँ पे गया है वहां पे वो एक शेर नहीं खा सकता था, वो खाना खाता है जिसके साथ मिलजुलना नहीं चाहिए, उसके साथ मिलजुल जाता है, उनके तरीके से जीवन को बिताता है। അങ്ങനെ താൻ ആരാണെന്നുള്ളത് മനസ്സിലാക്കാതെ അനേക വർഷങ്ങൾ അവന്റെ ജീവിതത്തിൽ അവന്റെ സമയങ്ങളെ അവൻ നഷ്ടപ്പെടുത്തുന്നു. वो कौन है करके ना समझते हुए वो अपने लाइफ को, अपने फ्यूचर को खराब करते हैं। പക്ഷെ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരിക്കൽ അവന്റെ ചിത്രം, അവന്റെ മുഖം അവൻ വെള്ളത്തിൽ കാണുന്നു. लेकिन कुछ समय बीतने के बाद वो एक दिन जो है अपने पानी में, नदी में जो है वो अपने मुंह को देखता है। അവൻ നോക്കിയപ്പോൾ जब वो देखा അവന്റെ അപ്പനെ പോലെ. वो उसको दिखाई दिया है कि वो अपने बाप के समान दिखा। ഹല്ലേലൂയ. हालेलुया, हालेलुया। അപ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത് तब उसको पता चल गया ആരാണ്? वो कौन है। ഓ, ഞാനൊരു രാജാവാണ്. मैं एक राजा हूँ, എന്നാൽ ഞാനിപ്പോൾ രാജാവിനെ പോലെയാണോ ജീവിക്കുന്നത്? लेकिन मैं एक राजा के समान जीवन भी പുഴുവിനെയും തിന്ന് പച്ചക്കറികളും തിന്ന്, അല്ലെ കൂട്ടുചേരാൻ പറ്റാത്തവരുടെ കൂട്ടത്തിൽ കൂട്ടുകാരനായിരിക്കും. वो कीड़ा को खाते हुए, फल सब्जियों को खाते हुए, जिनके साथ मिल जुलना नहीं चाहिए था उनके साथ वो जी रहा। അവൻ ആരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ ഇതാ മടങ്ങി വരികയാണ്. तो उसको पता चल गया वो कौन है करके वो हालेलुया। अपनी जगह में वापस आ गया। അവൻ വീണ്ടും തന്റെ രാജ്യത്തേക്ക്, തന്റെ കാട്ടിലേക്ക് മടങ്ങി വരികയും वो अपने जगह में जहाँ वो पहले जीता था, अपने पिता के साथ रहता था, वो अपने जगह पे वापस आते हैं। ഹല്ലേലൂയ, അവൻ തന്റെ അപ്പന്റെ സ്ഥാനം തിരിച്ചെടുക്കുകയും वो ചെയ്യുക. अपने पिता के उस जगह को वापस लेते हैं। അങ്ങനെ അപ്പന്റെ സ്ഥാനം കരസ്ഥമാക്കി വെച്ച് ആ കാട്ടിലുള്ള മൃഗങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരുന്ന, കബളിപ്പിച്ചുകൊണ്ടിരുന്ന ആ സിംഹത്തെ അവൻ കൊല്ലുകയാണ്. उसके बाद वो राजा बन के वो उस वहाँ पे उस जंगल में जो जानवरों को जो नाश करते थे, मार डालते थे, उस चाचा को, उसके जो चाचा जो है उसको वो खत्म करते थे। അത് കണ്ടപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ ദൈവമക്കളെ കുറിച്ചുള്ള വലിയൊരു ഭാരം തരുവാനിടയാണ്. उस समय मेरे अंदर परमेश्वर ने मेरे अंदर एक ऐसा बोझ डाला है कि परमेश्वर के लोगों के बारे में। അല്ല, इന്ന് ഒരു നല്ല ശതമാനം ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവരും ഇതേ അവസ്ഥയിലാണ്. आजकल जो है परमेश्वर के लोग है करके बोलने वाले भी ज्यादातर लोग आज उस समय उस जगह में। നമ്മെ ദൈവം യേശുക്രിസ്തുവിൽ കൂട്ടിച്ചേർക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മെ അവന്റെ മക്കളാക്കി ദൈവം മാറ്റുകയാണ്. परमेश्वर हमें यीशु मसीह से जब जुड़ते हैं तो वो अपने संतान बनाते हैं। ഹല്ലേലൂയ, നമ്മെ ദൈവം യഹൂദ രാജാവായ, യൂദ രാജസിംഹമായിരിക്കുന്ന കർത്താവിന്റെ മക്കളായവൻ അഭിഷേകം ചെയ്യുന്നു. यहूदा के राजा यीशु मसीह के साथ हमें एक राजा बना के हमें अभिषेक करते हैं। ഹല്ലേലൂയ, കർത്താവ് നമുക്ക് സാത്താന്റെ അല്ലെങ്കിൽ പ്രവർത്തികളെ അഴിക്കുവാൻ തക്കവണ്ണമായ നിയോഗമാണ് നൽകി തന്നിരിക്കുന്നത്. परमेश्वर ने हमें उस शैतान के कामों को तोड़ने का, खोलने का एक अधिकार हमें दिया है। യേശുക്രിസ്തുവിന്റെ ആബ്സെൻസിൽ യേശുക്രിസ്തുവിനെ പോലെ ഈ ഭൂമിയിൽ ദൈവരാജ്യത്തെ ഹല്ലേലൂയ പ്രസന്റ് ചെയ്യേണ്ട എംബാസഡേഴ്സ് ആയി ദൈവം നമ്മളെ നിയമിച്ചിരിക്കുന്നു. यीशु मसीह के उस ना होने की उस अवस्था में उनके बराबर में काम करने के लिए उनके एक एम्बेसडर बना के, एक परमेश्वर ने एक राज अधिकारी बना के परमेश्वर हमें यहाँ पे रखा है। ഹല്ലേലൂയ. എന്നാൽ നാം ഈ പിശാചിന്റെ ഏജന്റുകളായിരിക്കുന്ന കുറച്ച് കള്ളപ്രവാചകന്മാരുണ്ട്. लेकिन ये शैतान के कुछ लोग हैं कि लोगों को झूठ बोल के समझाते हैं। അവന്റെ ഈ കള്ളത്തരം കേട്ടിട്ട് നമ്മള് ദൈവശക്തിയെ തിരിച്ചറിയാതെ, തിരുവഴുത്തുകളെ തിരിച്ചറിയാതെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ പൊസിഷൻ മറന്ന് നമ്മൾ സാധാരണക്കാരെ പോലെ ജീവിക്കുകയാണ്. हम उस शैतान की झूठी बातों में फंसते हुए परमेश्वर के उस सच्चाई को भूल जाते हैं। കർത്താവ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു,
उसके 22 के 29 में यीशु ने ऐसे कहा, യേശു അതിന് ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികൊണ്ട് തെറ്റിപ്പോകുന്നു. यीशु ने उत्तर दिया है कि तुम पवित्र शास्त्र और परमेश्वर की सामर्थ को नहीं जानते, इस कारण भूल में पड़ गए ഓ हो। ഹല്ലേലൂയ! എത്ര പരിതാപകരമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ദൈവമക്കളെ നമ്മുടെ. कितनी बुरी अवस्था है हमारी। ദൈവശക്തിയെയും ഹല്ലേലൂയ തിരുവെഴുത്തുകളെയും അറിയാത്തത് കൊണ്ട് നാം തെറ്റിപ്പോവുകയാണ്. परमेश्वर के उस वचन और उनके सामर्थ को नहीं जानते, इसलिए हम भूल में पड़ जाते हैं। പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കാതെ ജീവിതകാലം മുഴുവൻ ശാപത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും കിടക്കുകയാണ്. हम कौन है, हमारा जगह कौन सा है करके हम सही ढंग से नहीं समझ रहे, इसलिए हम गरीबी में और पाप में पड़े हुए हैं। വരുന്ന ഈ പിശാചിന്റെ പ്രവാചകന്മാരെല്ലാം ശാപത്തെയും ദാരിദ്ര്യത്തെയും രോഗത്തെയും ദൈവമക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. आने वाला हर एक भविष्यवक्ता जो है परमेश्वर के लोगों के ऊपर वो एक गरीबी की और एक बीमारी की और एक इतने गंदे गंदे अवस्थे में उनको धक्का देते हैं। ഇതെല്ലാം ഇങ്ങനെ കടന്നിട്ട് ഇത് അനുഭവിച്ച് ഈ ദുഃഖം അനുഭവിച്ച് ദാരിദ്ര്യം അനുഭവിച്ച് രോഗം അനുഭവിച്ച് കടന്നിട്ട് പിന്നെ അവർ ദൈവത്തെ പഴിക്കുകയും കൂടെ ചെയ്യുക. उसके बाद इससे इतनी बीमारी में दुख में परेशान में पड़ते हुए वो परमेश्वर को दूषित करते हैं। ഞാൻ പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന സ്ഥലങ്ങളിൽ എന്നോട് പറഞ്ഞ വാക്ക് എനിക്ക് ഓർമ്മ വരുന്നു. कुछ जगह जब हम प्रार्थना के लिए गए थे तो वहाँ पे लोग मुझे ऐसे बोला, जब गरीबी में है तो वो लोग कहते हैं कि परमेश्वर की इच्छा क्या है करके हम नहीं जानते। बीमार में पड़े हुए लोगों के पास जाएंगे तो कहेंगे कि परमेश्वर की इच्छा है क्या है करके हम नहीं जानते। परमेश्वर की इच्छा है क्या है करके अगर आप नहीं समझते हो तो इसका मतलब है आप वचन नहीं पढ़ते। ദൈവഹിതം എന്തെന്ന് നീ തിരിച്ചറിയാതിരിക്കുന്നതിന് കാരണം നീ ദൈവശക്തിയെ അറിയാതിരിക്കുന്നത് കൊണ്ടാണ്. में नहीं पता है तो आप परमेश्वर के सामर्थ को नहीं जानते। കർത്താവ് പറഞ്ഞു, അല്ലെ നീ ദൈവശക്തിയും തിരുവെഴുത്തുകളെയും തിരിച്ചറിയാത്തത് കൊണ്ട് തെറ്റിപ്പോവുകയാണ്. कि तुम परमेश्वर के सामर्थ और उनके वचन को नहीं जानते, इसलिए तुम भूल में पड़े हुए हैं। നാം ആരാണെന്നും നമ്മേൽ വീണിരിക്കുന്ന അഭിഷേകം എന്താണെന്നും തിരിച്ചറിയാത്തത് കൊണ്ടാണ് പിശാച് നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. कौन है करके हमारे ऊपर आने वाला गिरा हुआ वो अभिषेक क्या है करके हम नहीं समझते, इसलिए शैतान हमें उपयोग कर रहा है। ആ കഥയിൽ നോക്കണേ, ആ പാവം സിംഹക്കുട്ടി അവൻ ആരാണെന്ന് വ്യക്തമായി അവനെ മനസ്സിലാക്കുവാൻ അവൻ ഗ്രഹിച്ചെടുക്കുവാൻ കഴിയാതെ വണ്ണം ആ വേറൊരു സിംഹത്താൽ അവൻ കബളിപ്പിക്കപ്പെട്ടു. उस कहानी में हम देखते हैं वो शेर के बच्चे जो है भूल में पड़ जाते हैं, वो गुम हो जाते हैं कि वो कौन है करके, वो सच में कौन है करके वो नहीं समझ पा रहे, उसको धोखा देके उसके चाचा ने रख दिया। അതുകൊണ്ട് അവന്റെ പൊസിഷനെയും അവന്റെ ദേശത്തെയും അവൻ നിൽക്കേണ്ട കാട്ടിനെയും അവന്റെ ആൾക്കാരെയും വിട്ട് അവൻ വേറൊരിടത്തേക്ക് ഓടിപ്പോയി. उनसे भूल में उस धोखा में पड़ने के बाद वो शेर के बच्चा जो है अपने लोगों को, अपने उस जंगल को, अपने जो पैदा हुआ उस जगह को छोड़ते हुए भागना पड़ रहा है। അതുപോലെയല്ലേ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെട്ട് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട നല്ലൊരു പെർസെന്റേജ് പാവം ദൈവമക്കളും പിശാചിന്റെ അല്ലെങ്കിൽ പ്രവാചകന്മാരാൽ കബളിപ്പിക്കപ്പെട്ട് തന്റെ പൊസിഷൻ മാറി दारिद्र्यത്തിലും ദുഃഖത്തിലും വേദനയിലും കണ്ണുനീരിലും കടക്കുകയാണ്. ऐसे ही परमेश्वर के जो बुलाए हुए सारे लोग जो है उस झूठे भविष्यवक्ताओं के बातों में पड़ते हुए गलत अवस्था में पड़ा हुआ है. വരുന്നവനെല്ലാം വന്ന് ദാരിദ്ര്യം, ബന്ധനം, അന്ധകാരമെന്ന് പറഞ്ഞ് 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 ദൈവമക്കളെ ഹല്ലേലൂയ അവരുടെ പൊസിഷനിൽ നിന്നും അവരുടെ അഭിഷേകത്തിൽ നിന്നും ഹല്ലേലൂയ നശിപ്പിച്ചു കളയുകയാണ്. में जो आने वाले हर एक जो झूठे भविष्यवक्ता लोग जो गलत बात बोलते हैं उसको गलत परिस्थिति में बैठाते हुए उनको अपने अभिषेक से, उस परिस्थिति से, उनके अपने जगह से उनको हटा देते हैं. एक जगह में अपने जब सेवकाई की शुरुआत किया था, എന്നെക്കാളും എക്സ്പീരിയൻസ് ആയ ഒരു ദൈവദാസനാണ്. मेरे से अधिक ज्ञानवान एक परमेश्वर के दास, बहुत भविष्यवक्ता था. ഞങ്ങളുടെ സഭയില് ഒരു പുള്ളിക്ക് പിശാച് അടക്കി. एक बार मेरा कलीसिया में जो एक व्यक्ति के अंदर शैतान घुस गया और जब आराधना चल रहा था तो वो शैतान का काम प्रकट हो गया. മങ്കാട് പള്ളിയുടെ ഒരു നേർച്ചയാ അതിന്റെ പുറത്ത് കിടക്കുന്നത്. वो जो केरला में एक चर्च है वहाँ के एक पेंट के दिया हुआ एक व्यक्ति था. താഴെ കിടന്ന് എഴയുക, പാമ്പഴയുന്നത് പോലെ എഴയുക. എനിക്ക് ദൈവം വിശ്വാസം നിന്നും അഭിഷേകം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇറങ്ങിച്ചെന്ന് അദ്ദേഹത്തിന് പിടിച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്.
मेरे अंदर मुझे एक विश्वास था कि परमेश्वर ने मुझे अभिषेक किया है करके, तो मैंने उनके पास जाकर उनके लिए प्रार्थना की। ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന ദേവദാസനെ വിളിച്ചു, വാ പാസ്റ്റർ പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. जब जा रहे थे प्रार्थना करने के लिए, मैंने अपने साथी उस परमेश्वर के दास को भी बुलाया जाके ഞാൻ प्रार्थना പോയി करने। അദ്ദേഹത്തിന്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു. मैं उसके सिर में हाथ रख के जब प्रार्थना कर रहा था, ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ ആത്മാവിൽ जो बड़े आराधना कर रहा था, आत्मा में अन्य भाषा में बातें कर रहे थे, वो प्रार्थना करने वाला व्यक्ति पता नहीं कहाँ चला गया। ഭയങ്കര പ്രവാചകനാ. आवश्यकता है അയ്യോ, പ്രവാചകന്മാര്, പിശാചിന്റെ പ്രവാചകന്മാര് നിങ്ങളെ നശിപ്പിച്ചിട്ടിരിക്കുക. परमेश्वर के जो भविष्यवक्ता लोग, जो झूठे भविष्यवक्ता लोग, വിശുദ്ധി ഇല്ലെങ്കിൽ, അഭിഷേകമില്ലെങ്കിൽ, അല്ലെങ്കിൽ പിശാച് നിന്നെ തിരിച്ചടിക്കും. वो लोग ऐसे आपको समझाता है कि अगर आप पवित्र नहीं है, आप परमेश्वर के लिए खड़ा नहीं होगा, तो शैतान तेरे लिए कार्य करेगा। കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, അതായത് ദൈവമക്കളോട് കർത്താവ് പറഞ്ഞ ഒരു വാക്യമാണ്, या परमेश्वर के लोगों को एक बात, പാമ്പുകളെയും തേളുകളെയും അല്ലെങ്കിൽ ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരും. ईश्वर ने ऐसा कहा है कि सांप और बिच्छू को कुचलने का एक परमेश्वर का अभिषेक, एक सामर्थ मैं तुम्हें देता हूँ। वो काफी नहीं। ചെറിയൊരു പോയിന്റ് അഭിഷേകം. और उसके बाद एक छोटा सा ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തില്ല. कोई भी कुछ भी आपको कोई नुकसान नहीं ഇത് करेगा। യേശുവാണ് പറഞ്ഞെങ്കിൽ, अगर यीशु ने कहा है, ആ വാക്ക് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, वो बातों की अगर आप യേശു विश्वास करते ഒരിടത്തും പറഞ്ഞില്ല നിങ്ങൾക്ക് അഭിഷേകമില്ലെന്നോ നിങ്ങൾ പാപിയാണെന്നോ പാപി ആയതോ ഒന്നും പറഞ്ഞില്ല. उसने कभी नहीं बोला है कि तुम्हारे अंदर अभिषेक नहीं है इसलिए तुम कार्य नहीं कर सकता है। ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അവസാനം കർത്താവ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്, लोग इस समाचार में आखिर में परमेश्वर का है, विश्वास करने वालों അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. विश्वास करने वालों से ये अद्भुत और चमत्कार होगा। നീ പാപിയാ 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 എന്ന് പറഞ്ഞ് 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 പരിശുദ്ധമാകണം പരിശുദ്ധമാകണം എന്ന് പറഞ്ഞ് 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 പേടിപ്പിച്ച് കബളിപ്പിച്ച് കബളിപ്പിച്ച്, ഓ ദൈവമക്കളെ, പിശാച് നിങ്ങളെ നശിപ്പിച്ചിട്ടിരിക്കുക. आपको ऐसे बातें बोलते बोलते तुम पवित्र बनो पवित्र बनो पवित्र बनो करके बोलते बोलते आपको फंसा के रखा है। ഹല്ലേലൂയ. നിന്റെ പൊസിഷൻ നീ തിരിച്ചെടുക്കണം. आपके उस को वापस ഈ आना। 100 വർഷങ്ങളായി ഇന്ത്യയിലെ ദൈവസഭ പൊസിഷൻ തിരിച്ചെടുത്തിരുന്നെങ്കിൽ, और ये इस भारत देश जो है अपने जगह पे अगर वापस आ गया होता, ഇന്ന് സംഭവിക്കുന്ന ഓരോ ദുർഘടങ്ങളും ഈ ഭൂമിയിൽ സംഭവിക്കുകയില്ലായിരുന്നു. इस जो देश के अंदर होने वाले जो दुर्घटनाएं जो है नहीं हो सकता। ഹല്ലേലൂയ. ദൈവത്തിന്റെ പൊസിഷനിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന നിലയിലേക്ക് ദൈവത്തിന്റെ സഭ മടങ്ങി വരണമെന്നുള്ളതാണ് വിഷയം. परमेश्वर ने जो रखा हुआ उस जगह पे आप परमेश्वर के लोग वापस आना है। ഹല്ലേലൂയ. हालेलुया। അവിടെ ഹല്ലേലൂയ കർത്താവ് പറയുന്ന ഒരു വചനമുണ്ട്. हम यीशु में से एक वचन बताता है, ഹല്ലേലൂയ. യെശയ്യാവ് അതിന്റെ 43-ാം അധ്യായം അതിന്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ. अध्याय 18 और 19 ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? अब ऐसे लिखा है, മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു, ഇപ്പോൾ തന്നെ അത് ഉത്ഭവിക്കും, നിങ്ങൾ അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്തെ നദികളും ഉണ്ടാക്കും. अब ऐसे लिखा है, जब बीती हुई घटनाओं का स्मरण मत करो, ना प्राचीन काल की बातों पर मन लगाओ। देखो, मैं एक नई बात करता हूँ, वह अभी प्रकट होगी, क्या तुम मुझसे अनजान रहोगे? मैं जंगल में एक मार्ग बनाऊंगा और निर्जल देश में नदियां बहाऊंगा। വളരെ ആഴമുള്ള ഒരു ഭാഗമാണ് ദൈവവചനമായത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ നിങ്ങൾ ഓർത്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയത്തില്ല. जो आपसे जो अलग हो गया या निकल गया है, उसके बारे में अगर सोचते रहेंगे तो आप बहुत दुखित हो। നിങ്ങൾ നിങ്ങളുടെ പൊസിഷൻ വീണ്ടെടുക്കണം. आप अपनी जगह में वापस आ जाए। മടങ്ങി വരണം. एक आपको वापसी की जरूरत है। സമയം പോയത് വയസ്സ് കൂടിപ്പോയതൊന്നും ചിന്തിച്ചിരിക്കരുത്. जो समय निकल गया, आपका उम्र बढ़ गया, ये सब सोच के हुए मत बैठिए। ഏത് പ്രായത്തിലും ദൈവത്തിന് അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ കൂടെ പ്രവർത്തിക്കാൻ കഴിയും. कोई भी उम्र में परमेश्वर को आपके जीवन में कार्य कर सकता है। നഷ്ടപ്പെട്ട ഒരു അഭിഷേകത്തിലേക്ക് മടങ്ങി വന്നാൽ ആ സെക്കൻഡ് മുതൽ ജീവിതത്തിൽ ആവശ്യമില്ല. आप अभी एक पल में परमेश्वर के पास वापस आएंगे तो आप अभिषेक पा सकते हैं। हाँ, परमेश्वर ने कहा कि पुरानी बातों को तो याद मत कर, पुरानी बातों को याद मत करो। രോഗത്തിൽക്കത് വിചാരിച്ചുകൊണ്ട് നീ ഇരിക്കരുത്. शैतान ने जो फंसा के रखा हुआ उस अवस्था को, उस परिस्थितियों को, जो झूठे
छोटे बातों में फंसा के तुम्हें बीमारी में, दुख में, परेशानी में, संकट में बैठे हुए उस अवस्था को तुम भूल जाओ। ആ ഇളയപുത്രൻ മനം മാറിയതുപോലെ ഞാൻ മടങ്ങി വരുമെന്ന് പറയുക. जैसे वो छोटा बेटा जो अपना एक मन फिरावट पाते हुए वापस आया, वैसे आप भी वापस आए। परमेश्वर कह रहे हैं कि ये देखो मैं एक नई बात करता हूँ। ഹല്ലേലൂയ. എന്താണ് പുതിയത്? और नई बात क्या है? മരുഭൂമിയിൽ ഒരു വഴിയും एक निर्जन प्रदेश में एक रास्ता। നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കുവാൻ ദൈവത്തിന് കഴിയും. हमें रेगिस्तान में परमेश्वर नदी बहा सकते हैं। നിന്റെ വരണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഹല്ലേലൂയ ഫലപുഷ്ടിയുള്ളതാക്കി മാറ്റുവാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയുമെന്നതിന്റെ അർത്ഥം. आपके उस रेगिस्तान, उस निर्जन अवस्था के अंदर परमेश्वर एक फलदायक अवस्था बना सकता है। എന്നാൽ നീ സത്യം മനസ്സിലാക്കി തിരിച്ചു വരണം. लेकिन आपको सच्चाई समझते हुए वापस आना। അയ്യോ പിശാചാണല്ലോ ഇത്രയും വർഷങ്ങളായി എന്നെ നശിപ്പിച്ചത്. എന്നെ അവൻ കബളിപ്പിച്ചതെന്ന് നീ മനസ്സിലാക്കണം. शैतान मुझे फंसाया, मुझे झूठी बातों में रख दिया करके आपको समझना है। എപ്പോൾ നീ അവിടുന്ന് മനസ്സിലാക്കി മടങ്ങി വരുന്നു, जब आप उसको समझते हुए ആ वापस നിമിഷം മുതൽ ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ പകരപ്പെടുവാനിടയായി. उस समय से परमेश्वर की अभिषेक आपके ऊपर होगा। അല്ലെങ്കിൽ മരുഭൂമി ആയിരിക്കുന്നിടത്ത്, വഴിയില്ലാത്തടത്ത് ദൈവം വഴി തുറക്കുവാനിടയായി. उस निर्जन प्रदेश में जहाँ में रास्ता नहीं है, वहाँ में परमेश्वर आपके लिए रास्ता खोले। നിർജ്ജന പ്രദേശത്ത്, വെള്ളമില്ലാത്ത സ്ഥലത്ത്, ഉറവയില്ലാത്ത സ്ഥലത്ത് ദൈവത്തിന് ഉറവകളെ പുറപ്പെടുവിക്കുവാൻ. हमें जब उस रेगिस्तान की अवस्था, उस सूखे अवस्था पर परमेश्वर आपके लिए नदी खोलेगा। വരണ്ടിരിക്കുന്നതിന്റെ നിലങ്ങൾ പൂന്തോട്ടങ്ങളായി മാറുവാനിടയാകും. उस सूखा हुआ जगह जो है ദൈവത്തിന് അത് സാധ്യമാണ്. परमेश्वर से वो संभव है। മനുഷ്യനാൽ അസാധ്യമായതെല്ലാം ദൈവത്താൽ സാധ്യമാണ്. जो इंसान से संभव है, परमेश्वर से संभव എന്നാൽ है। ഒറ്റ ഒരു വിഷയമേ ഉള്ളൂ. लेकिन एक ही बात है, You should come and take your position. आपको वापस आना है अपने जगह पे। ഹല്ലേലൂയ. ആരാണെന്ന് മനസ്സിലാക്കി നിന്റെ പൊസിഷനിലേക്ക് നീ മടങ്ങി വരുമ്പോൾ ദൈവത്തിന്റെ അഭിഷേകം നിന്നിലേക്ക് ഇറങ്ങുവാനിടയാണ്. ഹല്ലേലൂയ. നീ പന്നികളുടെ കൂട്ടത്തിൽ ഇരുന്നാൽ അഭിഷേകം അവിടെ വരത്തില്ല. अगर आप सोरों के बीच में है तो वहाँ पे परमेश्वर आपके लिए कार्य नहीं करे। നീ അപ്പന്റെ വീട്ടിൽ വന്നാൽ അഭിഷേകം അവിടെ ഇറങ്ങി अगर വരുവാനിടയാണ്. आप पिता के घर में वापस आएंगे तो अभिषेक आपका അപ്പന്റെ വീട്ടിൽ അഭിഷേകമുള്ളൂ, पिता के घर में ही अभिषेक है। അന്യയുടെ കൂട്ടത്തിൽ അഭിഷേകമില്ല. ईश्वर के साथ अभिषेक नहीं है। Back to God. परमेश्वर के पास, पिता के पास वापस आना है, अपने जगह पे वापस आना है। തിരിച്ചു വരുവാൻ ദൈവസഭയോട്, ദൈവമക്കളോട്, അല്ലെ കള്ളപ്രവാചകന്മാരാൽ കബളിപ്പിക്കപ്പെട്ട ജനത്തോട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുകയാണ്. आज सुबह के समय प्रभु आपको ये समझा रहा है, आप अपनी जगह पे वापस आइए। जो झूठी बातों में फंसे हुए, शैतान की बातों से फंसे हुए लोगों, मैं आपको वापस आने के लिए, अपने जगह पे आने के लिए कह रहा हूँ। പൗലോസ് അതിനെക്കുറിച്ചാണ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനത്തിൽ പറയുന്നു. पौल फिलिपियों की किताब उसके 3 के 14 में ऐसे कहता है, ഞാൻ ഒന്ന് ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാഭിലേക്ക് ഓടുന്നു. ആമേൻ. कि जो बातें पीछे रह गई है उनको भूलकर आगे की बातें की ओर बढ़ता हुआ निशाने की ओर दौड़ा चला जाता हूँ, ताकि वो इनाम पाऊं जिसके लिए परमेश्वर ने मुझे मसीह यीशु में ऊपर बुलाया है। പിൻപിലുള്ളത് മറക്കണം. पीछे की बातों को भूलना है। പിശാച് കബളിപ്പിച്ച ഓർത്തുകൊണ്ട് നീ ഇരിക്കുക. शैतान ने आपको धोखा दिया, बातों को भूलना है। അത് ഓർത്തുകൊണ്ടിരുന്ന പിന്നെ നിന്നെ കബളിപ്പിച്ചുകൊണ്ടിരിക്കും. और उसी की याद में रहेंगे तो वो बार बार आपको धोखा देते रहेगा। ഹല്ലേലൂയ. അവൻ ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തരുന്നു. बार बार आपको याद സഹോദരന്മാരെ, दिला रहा हूँ, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. मैं बार बार आपको याद दिला रहा हूँ। याकूब की किताब में लिखा हुआ बातों को मैं आपको बार बार बता रहा हूँ, आप धोखा ना खाइए। ഹല്ലേലൂയ. പിശാചിന്റെ പ്രവാചകന്മാരുടെ വാക്കുകൾ കേട്ട് ദൈവ പൈതലെ, യഹൂദ രാജസിംഹത്തിന്റെ പുത്രന്മാരെ, നിങ്ങൾ നിങ്ങളുടെ പൊസിഷൻ വിട്ടുകളയരുത്. झूठी बातों में फंसते हुए, शैतान की बातों में फंसते हुए परमेश्वर के उस परम नाम के उस बुलावट के योग्य लोगों अपने उस अवस्था में मत फंसिए। ഹല്ലേലൂയ. हालेलुया। ഒരു കാര്യം, ഒരു നല്ല ഉദാഹരണം വേദപുസ്തകത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ एक अच्छे उदाहरण बता के मैं खत्म करना चाहता हूँ। ഹല്ലേലൂയ. മോശ, ഹല്ലേലൂയ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ 40 വർഷം അദ്ദേഹം വൃഥാവാക്കി കളഞ്ഞു. उसने अपने जो शुरुआत की 40 साल जो है उसने व्यर्थ
खो दिया। ആരോ ഒരുത്തൻ പറഞ്ഞ ഒരു വാക്ക് കേട്ടിട്ട് തന്റെ പൊസിഷനിൽ നിന്നും അയാൾ ഓടിക്കളഞ്ഞു. किसी ने उसको समझाया हुआ उस बातों में फंसते हुए वो पीछे हट गया। വേദപുസ്തകം പറയുന്നു മിസ്രയീമിലെ സകല ജ്ഞാനം കൊണ്ടും മോശ ഹല്ലേലൂയ സമർത്ഥനായിരുന്നു. हम वचन में पढ़ते हैं कि उसके मिस्रैम के पूरे ज्ञान और बुद्धि से वो भरा हुआ था, ഹല്ലേലൂയ. എന്നാൽ പിശാച് മോശയെ കബളിപ്പിച്ചു കളഞ്ഞു. लेकिन शैतान ने उसको धोखा दिया। ഹല്ലേലൂയ. അവന്റെ പൊസിഷനെ മനസ്സിലാക്കാതെ അവനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ച് അവന്റെ പൊസിഷനിൽ നിന്നും അവനെ ദൂരത്തേക്ക് അയച്ചു. और वो अपने जगह को न समझते हुए भागने के लिए शैतान ने उसके लिए कार्य किया। ഹല്ലേലൂയ. വീണ്ടും 40 വർഷം അവന്റെ ജീവിതത്തിൽ അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. 40 साल जो है उसने व्यर्थ खो दिया। ചേരണ്ടാത്തടത്ത് പോയി ചേർന്നു. जहाँ में नहीं मिलना था वहाँ मिल गया, ചേരണ്ടാത്തടത്ത് നിന്നും വിവാഹം കഴിച്ചു. जहाँ में नहीं मिलना था वहाँ से उसने शादी कर दी। യഹൂദൻ അല്ലാത്തവരുടെ വിവാഹം കഴിക്കരുതെന്ന് ന്യായപ്രമാണം പറയും. हमारे परमेश्वर के उस नियम में लिखा है कि यहूदी से ही शादी करना है। രാജകുമാരനായിരിക്കുന്നവൻ ആട്ടിടയനായിട്ട് മാറി. वो एक राजा के पुत्र था, वो एक भेड़ को चराने वाला बन गया। ഹല്ലേലൂയ. തന്റെ പൊസിഷൻ മറന്നു കളഞ്ഞു. वो अपने जगह को भूल गया, ഹല്ലേലൂയ. അവന്റെ നാളുകൾ വൃഥാവാക്കി കളഞ്ഞു. वो अपने समय को व्यर्थ कर दिया। 40 വർഷം 40 और 40 80 साल उसने व्यर्थ खो दिया। എന്നാൽ ദൈവം അവന്റെ മുമ്പിൽ വന്ന് അവനെ കുറിച്ച് അവൻ ആരാണെന്ന് വെളിപ്പെടുത്തി. लेकिन परमेश्वर ने उनके सामने आके वो कौन है करके उसको समझा दिया। ഹല്ലേലൂയ. മോശ മടങ്ങി വന്നു. मूसा को भी वापस ഹല്ലേലൂയ. മോശ തന്റെ പൊസിഷൻ മനസ്സിലാക്കി. वो अपने जगह को समझ गया। മോശയെ ദൈവം ജനിപ്പിച്ചത് എന്തിനാണെന്ന് അവൻ മനസ്സിലാക്കി. मूसा के पैदाइश किस लिए हुआ है करके वो समझ गया। അവന്റെ അധികാരം എന്താണെന്ന് അവൻ वो മനസ്സിലാക്കി. अपने अधिकार को समझ गया। എപ്പോഴവൻ മടങ്ങി വന്നു जब वो वापस आ गया, വീണ്ടും ദൈവം അവന് 40 വർഷം കൂടെ കൊടുത്തു. परमेश्वर ने फिर से उसको 40 साल बढ़ा के दिया। മോശയുടെ 40 വർഷമാണ് മോശയുടെ ജീവിതത്തിലെ ഗോൾഡൻ ഇയേഴ്സ്. उसका उस 40 साल जो है उसके लिए एक सुनहरा पल। വേദപുസ്തകം പറയുന്നു ഹല്ലേലൂയ, നിനക്ക് നഷ്ടപ്പെട്ടതിനെ എല്ലാം ഞാൻ ഇരട്ടിയായി പകരം നൽകി തരും. परमेश्वर ने कहा है कि जो तुमने खो दिया है उसको मैं दुगुना वापस ഒറ്റ दूंगा। കാര്യമേ ഉള്ളൂ, एक ही बात है, come back to your position. वो अपनी जगह में तुम्हें वापस आना है। ആരാണെന്ന് മനസ്സിലാക്കി തിരിച്ചു വരണം. तो कौन है करके समझते हुए आपको वापस आना है। പിശാചിന്റെ തന്ത്രം കേട്ട് നീ അതിന് അടിമയാകത്തില്ലെന്ന് നീ തീരുമാനമെടുക്കണം. शैतान की उस झूठी बातों में नहीं फंसेगा करके आपको एक निर्णय लेना है। ഹല്ലേലൂയ. നിനക്കറിയാവോ, ആ അവസാന 40 വർഷത്തിൽ മോശയുടെ തേജസ്സേറിയ മുഖം കാണുവാൻ ഇസ്രായേൽ മക്കൾക്ക് ഒരിക്കലും കഴിഞ്ഞില്ല. उस आखिरी 40 साल के अंदर जो है उसका जो तेजोमय रूप मुंह को देखने के लिए उस इस्राएल के सारे लोगों को परमेश्वर ने मौका ആ दिया। മുഖം കാണുവാൻ ജനം ഭയപ്പെട്ടിരുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. परमेश्वर के वचन में हम देखते हैं मूसा के उस मुंह को देखने के लिए लोग डरते थे। ആ മോശയിൽ കൂടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളെന്ന് ദൈവം തെളിയിച്ചു കാണിച്ചു. उस मूसा के द्वारा इस पृथ्वी के अंदर एक जिंदा परमेश्वर एक ही है करके वो समझाया। ഇന്നും ഹല്ലേലൂയ നമ്മുടെ ദേശത്ത് ഇത് കാണിക്കുവാൻ ദൈവം കാത്തിരിക്കുകയാണ്. आज भी हमारे देश में ये काम होने के लिए परमेश्वर इंतजार कर। യഥാർത്ഥമായി ദൈവത്തിന്റെ ജനം ദൈവമക്കൾ തങ്ങളുടെ പൊസിഷനിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ अपने परमेश्वर के लोग अपने जगह को समझते हुए एक वापसी अगर करेगा तो ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം ഇന്നും അത്ഭുതം ചെയ്യുവാനിടയാകും. जो अकेला जो चमत्कार के कार्य करने वाला हमारा जिंदा परमेश्वर जो आज भी कार्य करने के लिए तैयार है। ഹല്ലേലൂയ. മോശയിൽ കൂടെ ഒരേ ഒരു ദൈവമേ ഭൂമിയിലുള്ളത് ദൈവം തെളിയിച്ചു. मूसा के द्वारा एक ही है जिंदा परमेश्वर करके परमेश्वर ने हमें पृथ्वी में प्रकट। വചനം പറയുന്ന മോശയെ കാണാൻ അവന്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ തേജസ് മോശയുടെ മുഖത്തേക്ക് മടങ്ങി വന്നു. कहते हैं उस समय जब वो पहाड़ से उतर के आया था उस मूसा के मुंह को देखने के लिए लोग डर गए थे क्योंकि उनको इतना तेजोमय था। പരിശുദ്ധാത്മ വീണ്ടും 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 ഓർമ്മപ്പെടുത്തുന്നു. കം ബാക്ക് ടു യുവർ പൊസിഷൻ. परमेश्वर आपको बार-बार चेतावनी दे रहे हैं कि अपनी जगह में ഈ वापस आइए। കള്ളപ്രവാചകന്മാരുടെ വാക്ക് കേട്ട് കബളിപ്പിക്കപ്പെട്ട് നിന്റെ സ്ഥാനത്ത് നിന്നും മാറി നിൽക്കുന്ന ദൈവ പൈതലിനോട് വ്യക്തമായി പരിശുദ്ധാത്മാവ് പറയുകയാണ്, കം ബാക്ക് ടു യുവർ പൊസിഷൻ. उन लोगों के लिए कह रहा है जो झूठे भविष्यवक्ताओं के बातों में फंसते हुए अपने जगह को खोया हुआ जो अलग हुआ लोगों को बार-बार चेतावनी परमेश्वर दे रहे हैं कि अपनी जगह में आप लोग वापस आइए। യേശു ക്രിസ്തുവിന്റെ മേൽ പകരപ്പെട്ട അതേ അഭിഷേകം
यीशु मसीह के ऊपर डाला हुआ उस महान अभिषेक आपके ऊपर भी आया, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അഭിഷേകം, जो हमारा को जिंदा करने वाला രോഗിയെ अभिषेक, സൗഖ്യമാക്കുന്ന അഭിഷേകം, बीमारों को चंगा करने वाला अभिषेक, ശാപത്തെ മുറിക്കുന്ന അഭിഷേകം, सांप को तोड़ने वाला अभिषेक, അല്ല പരിശുദ്ധാത്മാവിന്റെ സന്തോഷം പകരുന്ന അഭിഷേകം, पवित्र आत्मा की खुशी देने वाला अभिषेक, ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്തി തരുന്ന ഒരേ ഒരു അഭിഷേകം. एक जिंदा परमेश्वर है करके समझाने वाले एक अभिषेक। यीशु मसीह के सारे कामों को आप देख लीजिए, വചനം പറയുന്നു, वचन कहता है ഹല്ലേലൂയ, ദൈവത്തെ ജനം തിരിച്ചറിഞ്ഞു ആ നാളുകളിൽ. परमेश्वर को उस दिन लोग समझ गया। ഹല്ലേലൂയ, യേശു ഒരുവനിൽ കൂടെ ഹല്ലേലൂയ ജീവിക്കുന്ന ദൈവത്തെ ജനം തിരിച്ചറിയുവാനില്ല. यीशु मसीह के द्वारा उस सर्वशक्तिमान परमेश्वर को लोग समझने लगे। ഇന്ന് നിന്നിൽ കൂടെ ഈ ദേശത്തെ ദൈവസഭയിൽ കൂടെ ജീവിക്കുന്ന ദൈവം ഒരുവനുണ്ടെന്ന് തിരിച്ചറിയുവാൻ ദൈവത്തിന് കാത്തിരിക്കുന്നു. आज आपके द्वारा, आपके उस कलीसिया के द्वारा इस पृथ्वी के अंदर एक जिंदा परमेश्वर है करके लोग समझने के लिए आपके द्वारा परमेश्वर इच्छा करते हैं। കബളിപ്പിക്കപ്പെട്ട സഭയെ, കബളിപ്പിക്കപ്പെട്ട ദൈവ പൈതലെ, മടങ്ങി വാ, നീ മനസ്സിലാക്ക് നിന്റെ പൊസിഷൻ എന്താണ്. आमीन। धोखा खाया हुआ कलीसिया, धोखा खाया हुआ परमेश्वर के लोग अपने जगह में वापस आए। ആ സിംഹത്തിന്റെ വെള്ളത്തിൽ പോയി നോക്കിയപ്പോൾ തന്റെ മുഖത്തെ കണ്ട് തിരിച്ചറിഞ്ഞ് തന്റെ പിതാവിനെ പോലെ അവൻ ഇരിക്കുന്നത് മനസ്സിലാക്കിയപ്പോൾ അവൻ മടങ്ങി വരുവാനിടയായി. जब वो उस शेर के बच्चे जो है नदी में उस पानी में अपने मुंह को देखा तो वो समझ गया कि मैं बिल्कुल अपने पिता के जैसा ही दिख रहा, वैसे वो अपने जगह में वापस आया। वैसे मैं भी आपको कह रहा हूँ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനമെന്ന വെള്ളത്തിലേക്ക് നിന്റെ മുഖത്തെ ഒന്ന് നോക്കിയാൽ നിനക്ക് മനസ്സിലാകും നീ ആരാണ്. परमेश्वर के उस वचन का उस पानी में आप अपने मुंह को देख लीजिए, तब आपको पता चलेगा आप कौन है। യാക്കോബിന്റെ ലേഖനം പറയുന്നു ദൈവത്തിന്റെ വചനം കണ്ണാടി പോലെയാണെന്ന്. याकूब के किताब में हम पढ़ते हैं परमेश्वर के वचन एक आईना जैसा है। നീ അതിലേക്ക് നോക്കുമ്പോൾ രാജാതി രാജാവിന്റെ മുഖം അതിൽ നിനക്ക് കാണുവാൻ കഴിയും. एक राजा का मुंह आपको दिखाई देगा, കാരണം നീ അതാ, क्योंकि आप वो हैं। നീ യഹൂദ രാജസിംഹത്തിന്റെ പുത്രനാ. यहूदियों का राजा उस परमेश्वर യഹൂദ का, രാജസിംഹത്തിന്റെ പുത്രനും പുത്രന്മാരുമാ നീ. उस राजा के पुत्र और उनके पुत्र है आप നീ അവനെ പോലെ ആയിരിക്കുന്നത്. उनके जैसे ही है। അത് നീ മനസ്സിലാക്കിയ जब आप वो समझोगे അതിനൊക്കെ മടങ്ങി വരാൻ കഴിയും. आप वापस आ सकते हैं। ഹല്ലേലൂയ. हालेलुया। മടങ്ങി വരുമ്പോൾ जब आप वापस आएंगे ദൈവത്തിന്റെ അഭിഷേകത്തിൽ വ്യാപരിക്കുവാനിടയായി. परमेश्वर के अभिषेक आपके ഒരു ऊपर। വചനം വായിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാവ് അതിന്റെ 59 59वां अध्याय അതിന്റെ 1-ാമത്തെ വാക്യം. आयत, ഒന്നും 2 വാക്യങ്ങൾ. इसका पहला और दूसरा आयत। രക്ഷിപ്പാൻ കഴിയാതെ യഹോവയുടെ കൈ കൊടുക്കുകയില്ല. കേൾക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖം നിങ്ങൾക്ക് മറച്ചിരിക്കുന്നത്. आमीन। यशायाह की किताब उसका 59 का 1 और 2 पढ़ रहा हूँ। सुनो, यहोवा का हाथ ऐसा छोटा नहीं हो गया कि उद्धार ना कर सके, न वह ऐसा बहरा हो गया कि सुन ना सके, परंतु तुम्हारे अधर्म के कामों ने तुमको तुम्हारे परमेश्वर से अलग कर दिया है, और तुम्हारे पापों के कारण उसका मुंह तुमसे ऐसा छिपा है कि वो नहीं सुनता। ആമേൻ. आमीन। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। ഇത് വായിക്കുമ്പോൾ जब ये पढ़ते हैं തെറ്റിദ്ധരിക്കരുത്. आप धोखा में पढ़िए। ഇവിടെ പാപമെന്നും അകൃത്യമെന്നും പറഞ്ഞിരിക്കുന്നത് हमें पाप और गलत बात करके जो बोला है, ദൈവത്തിന്റെ തിരുവചനത്തിൽ ശക്തിയിൽ തിരിച്ചറിയാതിരിക്കുന്നത് क्योंकि परमेश्वर के उस वचन को, उसके सामर्थ को नहीं जानते। ദൈവവചനത്തെ അറിയാത്തവൻ ഭാവിയാണ്. ये परमेश्वर के वचन को नहीं जानने वाला पापी है। തിരിച്ചറിയാത്തവൻ ഭാവിയാണ്. परमेश्वर के सामर्थ को नहीं समझने वाला एक पापी है। അഭിഷേകം വീണിട്ടും നിന്നെ രൂപാന്തരപ്പെടുത്തി ആ ദൈവ വൈതലാക്കി മാറ്റിയിട്ടും നിന്റെ രൂപത്തെ നീ തിരിച്ചറിയാതിരിക്കുന്നതും പിശാചിനാൽ കബളിപ്പിക്കപ്പെട്ടതും പാപമാണ്. जब परमेश्वर के अभिषेक आपके ऊपर आने के बावजूद भी आप उस पोजीशन को नहीं समझते, उस जगह को ना समझते हुए शैतान की झूठी बातों में फंसते हुए पड़े रहना, वही पाप है। ആ പാപത്തെ കുറിച്ച് पाप के बारे में हमें बता रहा ആ പാപമാ ദൈവത്തിൽ നിന്നും നിന്നെ അകറ്റി നിർത്തിയിരിക്കുന്നത്. है। उस पाप से परमेश्वर ने आपको हटा, परमेश्वर से आपको പൊസിഷനിലേക്ക് अलग മടങ്ങി किया। വരാതെ നീ ഇരിക്കുന്ന അവസ്ഥയാ ദൈവത്തിൽ നിന്നെ ഹല്ലേലൂയ മാറ്റി നിർത്തിയിരിക്കുന്നത്. उस आप अपने पोजीशन में अपनी जगह पे वापस नहीं आ रहा, वही समय जो है आपसे परमेश्वर से अलग होता है। ദൈവത്തിന്റെ കൈ പോയിട്ടില്ല. परमेश्वर का हाथ छोटा नहीं, അവന്റെ കാലുകൾ മണ്ണമായിട്ടില്ല. उनका कान बहरा भी नहीं है। നീ വന്നാൽ अगर आप वापस आएंगे, നിന്നിലേക്ക് അഭിഷേകം പകരുവാൻ അവൻ തയ്യാറാണ്. आपके ऊपर अभिषेक डालने के लिए परमेश्वर മോശയുടെ तैयार है। പകർന്ന അഭിഷേകം. मूसा के ऊपर डला हुआ अभिषेक, ഏലിയാവിന്റെ പകർന്ന അഭിഷേകം. इलिया के ऊपर डला हुआ अभिषेक,
उनके ऊपर डाला हुआ वो अभिषेक सबसे ऊपर കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ പകർന്ന അഭിഷേകം, हमारा रक्षक और उद्धारकर्ता यीशु मसीह के ऊपर डाला हुआ वो अभिषेक, രാജകീയ അഭിഷേകം നിന്റെ മേൽ പകരുവാൻ ആമേൻ. കർത്താവ് തയ്യാറാണ്. इस राज्य की अभिषेक को आपके ऊपर डालने के लिए परमेश्वर तैयार है। ആ അഭിഷേകം നിന്റെ മേൽ വരുമ്പോൾ वो अभिषेक आपके ऊपर आएगा, നീ ആരാണെന്ന് ലോകത്തിന് വെളിപ്പെടുവാനിടയാവും. होने करके दुनिया के आपके ऊपर प्रकट ഹല്ലേലൂയ. നിന്നെ കാണുന്നവർ കർത്താവിനെ കാണുവാൻ. आपको देखने वाले परमेश्वर को देख सकते हैं। ഹല്ലേലൂയ. 2000 വർഷമായിട്ട് ഈ ദേശത്തെ ഹല്ലേലൂയ പിശാച് കബളിപ്പിച്ചു വെച്ചിരിക്കുന്നു. 2000 सालों से इस दुनिया को शैतान धोखे में डाल रखा है। ദൈവമക്കൾ അവരുടെ പൊസിഷൻ ഏറ്റെടുക്കാതെ വണ്ണം അവരെ കബളിപ്പിച്ചു വെച്ചു. परमेश्वर के लोगों को अपने जगह में वापस न आते हुए उसको धोखे में डाल ഇന്ന് रखा है। പകൽക്കാലം പരിശുദ്ധാത്മാവ് വാൺ ചെയ്യുകയാണ്, കം ബാക്ക് ടു യുവർ ഹോം. आज सुबह के समय पर पवित्र आत्मा आपको चेतावनी दे रहे हैं, आप अपने घर में वापस आइए। ഹല്ലേലൂയ. हालेलुया। നിങ്ങൾ ഹല്ലേലൂയ നിങ്ങൾ പൊസിഷനിലേക്ക് മടങ്ങുക. आप अपने जगह पे अपने उस घर में वापस आइए। आप राजाति राजा और उस यहूदा गोत्र की शेर के बच्चे अगर के आप समझिए, അഭിഷേകം എന്തെന്ന് നീ മനസ്സിലാക്കും. आपके ऊपर डाला हुआ वो अभिषेक क्या है करके आप समझिए। ഹല്ലേലൂയ. അത് മനസ്സിലാക്കുമ്പോൾ जब आप उसको समझोगे ദൈവം നിന്നിൽ കൂടെ പ്രവർത്തിക്കുവാനിടയാവും. परमेश्वर आपसे एक कार्य कराए। ഹല്ലേലൂയ. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്യുന്നവൻ ഹല്ലേലൂയ അവൻ തന്നെത്താൻ വെളിപ്പെടുത്തുവാൻ റെഡിയായിരിക്കുകയാണ്. परमेश्वर आज भी कार्य करने के लिए तैयार है। അവൻ വെളിപ്പെടട്ടെ, वो प्रकट होने दे, അവൻ വെളിപ്പെടട്ടെ, वो प्रकट होने दो, അവൻ വെളിപ്പെടട്ടെ, वो प्रकट होने അവൻ ഈ दो, ദേശത്ത് വെളിപ്പെടട്ടെ. उस देश के ऊपर प्रकट होने पाए। ഏക സത്യ ദൈവമേ ഉള്ളെന്ന് ജാതികൾ അറിയട്ടെ. अकेला एक ही चिंता परमेश्वर है करके लोग समझने पाए। Come back to home. अपने घर में वापस Come आइए, back to Father. अपने पिता के पास Come back वापस to आइए, your position. अपने घरों में वापस അവൻ आइए। നിങ്ങളെ റീസ്റ്റോർ ചെയ്യുന്ന ദൈവമാണ്. वो आपको पुनर्स्थापना करने वाला परमेश्वर ഹല്ലേലൂയ. അവൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. वो आपके लिए इंतजार कर रहा है। ഇപ്പോൾ തന്നെ മടങ്ങി വന്നാൽ अभी आप वापस आइए, ഇപ്പോൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. अभी आप समर्पण करिए। ദൈവത്തോട് പറഞ്ഞാട്ടെ, परमेश्वर से बोलिए, കർത്താവേ പിശാചിനാലും അവന്റെ പ്രവാചകന്മാരാലും ഞാൻ കബളിപ്പിക്കപ്പെട്ടു. शैतान से और उसके भविष्यवक्ताओं में फंसते हुए मैं फंस गया। എന്റെ അഭിഷേകത്തെ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. मेरे अभिषेक को मैंने खो दिया, എന്നാൽ ഇതാ ഞാൻ മടങ്ങി വരുന്നു. लेकिन अभी मैं वापस आ അല്ല इदा ഞാൻ മടങ്ങി വരുന്നു എന്ന് പറഞ്ഞു. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നാട്ടെ. संगति में परमेश्वर के सामने वापस आइए। इब्रानियों की किताब में लिखा है, ഹല്ലേലൂയ. കൃപ ലഭിപ്പാന്റെ കോണമായി आमीन, हालेलुया। കൃപാസനത്തിങ്കിലേക്ക് വരുവാൻ യേശു ക്രിസ്തു എന്ന രക്ഷകന്റെ നാമം നിനക്കുണ്ട്. आमीन। क्योंकि इब्रानियों की किताब में लिखा है, कोई भी समय उस कृपा के सिंहासन में आने के लिए, सामने आने के लिए यीशु मसीह का उस महान नाम आपको दिया Back है। to the grace of God. उस कृपा के सिंहासन के सामने वापस आइए। हालेलुया। वहाँ पे घुटने टेकिए। നിന്റെ തെറ്റുകൾ, നിന്റെ പാപങ്ങൾ, നീ കബളിപ്പിക്കപ്പെട്ടത്, നിന്റെ തിരുവചനത്തിലെ അറിവില്ലായ്മ നേരിട്ട് പറഞ്ഞാൽ वहाँ पे आप अपने धोखा, अपने गलतियाँ, अपने सारे कामों को परमेश्वर के सामने बताइए। നീ അറിയാതെ നിന്റെ മേലെ ഒരു അഭിഷേകം എഴുതുന്നത് കാണുവാൻ കഴിയും. അവൻ തന്നെത്താൻ വെളിപ്പെടുത്തുവാൻ കാത്തിരിക്കും. वो अपने आप में प्रकट होना चाहते हैं। യേശുവിനെ പോലെ जैसा ഉള്ള അഭിഷേകം, वैसा ही एक अभिषेक, രാജകീയ അഭിഷേകം एक राजकीय अभिषेक ഇപ്പോഴും ഹല്ലേലൂയ പെൻഡിങ് ആണ്. अभी भी पेंडिंग रखा हुआ है। ഹല്ലേലൂയ. हालेलुया। ഇപ്പോഴും ബന്ധിയില്ല. वो अभी भी पेंडिंग पड़ा हुआ है, ഇപ്പോഴും പകരപ്പെട്ടിട്ടില്ല. वो अभी भी नहीं पाया हुआ है। അതിനെ പകരുവാൻ ദൈവം ചിലരെ നോക്കിക്കൊണ്ടിരിക്കും. वो देने के लिए अभी भी परमेश्वर മടങ്ങി വരുമോ? ദൈവം നിങ്ങളെ ക്ഷണിക്കുകയും परमेश्वर आपको एक निमंत्रण दे, Come back, please. परमेश्वर के पास वापस आइए। ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. परमेश्वर आपको आशीष करने पाए। കണ്ണുകൾ അടയ്ക്കാം, अपने अंगों को നമുക്ക് പ്രാർത്ഥിക്കാം, प्रार्थना करेंगे, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. परमेश्वर के हाथ में समर्पण കർത്താവ് करेंगे, നമ്മെ സഹായിപ്പാൻ परमेश्वर हमारी सहायता करने के लिए ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. परमेश्वर के हाथ में समर्पण करेंगे। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം. परमेश्वर के हाथ में पूरी तरह समर्पण करेंगे। ഹല്ലേലൂയ. हालेलुया। കർത്താവ് നമ്മെ ഹല്ലേലൂയ പ്രവർത്തിക്കട്ടെ. परमेश्वर हमारे पर कार्य करने पाए। ഹല്ലേലൂയ. हालेलुया। ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. परमेश्वर के उस कार्य हमारे ऊपर होने पाए। ഹല്ലേലൂയ. हालेलुया। നമുക്ക് ചേർന്ന് പാടി हम परमेश्वर को स्तुति ദൈവത്തെ മഹത്വപ്പെടുത്താം. आमीन। हालेलुया। ഹല്ലേലൂയ, हालेलुया। ഹല്ലേലൂയ. പ്രൈസ് ദി हालेलुया। ലോർഡ്. കർത്താവേ, അങ്ങയുടെ അഭിഷേകം ഞങ്ങളുടെ മേൽ പകരപ്പെടണമേ. परमेश्वर आपके वो महान अभिषेक हमारे ऊपर होने पाए। അങ്ങയുടെ അഭിഷേകം ഞങ്ങളുടെ മേൽ പകരപ്പെടണമേ കർത്താവേ. अभिषेक हमारे ऊपर होने पाए। ഹല്ലേലൂയ. സാത്താനെ തകർക്കുന്ന അഭിഷേകം, രോഗിക്ക് സൗഖ്യവും വിടുതലും നൽകുന്ന അഭിഷേകം,
उद्धार और चंगाई देने वाला अभिषेक, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അഭിഷേകം, मरों को जिंदा करने वाला अभिषेक, അഭിഷേകം മേൽ പകരണമേ കർത്താവേ. अभिषेक हमारे ऊपर डालिए। ഞങ്ങൾ മടങ്ങി വരുന്ന കർത്താവേ, ഞങ്ങൾ മടങ്ങി വരുന്ന കർത്താവേ, ഈ ശിക്ഷനെ ഏറ്റെടുക്കുന്ന കർത്താവേ. वापस लाते हैं। അഭിഷേകം അഭിഷേകം ആത്മാവിൻ അഭിഷേകം യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെ ആത്മാവിൻ അഭിഷേകം യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെ ആത്മാവിൻ അഭിഷേകം കർത്തൃ ക്രിസ്തുവിൻ അഭിഷേകം സന്താനി തകർത്ത അഭിഷേകം കർത്തൃ ക്രിസ്തുവിൻ അഭിഷേകം സന്താനി തകർത്ത അഭിഷേകം രോഗിക്ക് സൗഖ്യവും വിടുതലും നൽകാൻ രോഗിക്ക് സൗഖ്യവും വിടുതലും നൽകാൻ ജയവീരന്റെ അഭിഷേകം, ജയവീരന്റെ അഭിഷേകം, അഭിഷേകം അഭിഷേകം, അഭിഷേകം യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെ ആത്മാവിൻ അഭിഷേകം യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെ ആത്മാവിൻ അഭിഷേകം, കർത്തൃ ക്രിസ്തുവിൻ അഭിഷേകം, കർത്തൃ ക്രിസ്തുവിൻ അഭിഷേകം, സത്താനെ തകർത്ത അഭിഷേകം, സൗഖ്യവും വിടുതലും നൽകാൻ യേശുവിൽ നിന്നും ഒഴുകിയതാ, രോഗിക്ക് സൗഖ്യവും വിടുതലും നൽകാൻ യേശുവിൽ നിന്നും ഒഴുകിയതാ. ജയവീരന്റെ അഭിഷേകം, ജയവീരന്റെ അഭിഷേകം, അഭിഷേകം അഭിഷേകം ആത്മാവിൻ അഭിഷേകം യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെ ആത്മാവിൻ അഭിഷേകം യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെ ആത്മാവിൻ അഭിഷേകം, അഭിഷേകം 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 ആത്മാവിൻ അഭിഷേകം യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെ ആത്മാവിൻ അഭിഷേകം. യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെ ആത്മാവിൻ അഭിഷേകം, യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെ ആത്മാവിൻ അഭിഷേകം യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെ ആത്മാവിൻ അഭിഷേകം അഭിഷേകം ആത്മാവിൻ അഭിഷേകം Yes, Lord. യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെ ആത്മാവിൻ അഭിഷേകം, യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെ ആത്മാവിൻ അഭിഷേകം. യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെ Yes, Lord. ആത്മാവിൻ അഭിഷേകം സ്വർഗ്ഗപിതാവേ, നല്ല കർത്താവേ, स्वर्गीय पिता अच्छे पिता മനോഹരമായ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. अच्छे समय के लिए हम आपको धन्यवाद करते हैं। ഞങ്ങളുടെ കണ്ണുകളെ തുറന്നതിനാൽ സ്തോത്രം. आपको हमारी आंखों को खोल दिए इसलिए धन्यवाद। എമ്മാവൂരിലേക്ക് കടന്നുപോയ ശിഷ്യന്മാരുടെ കണ്ണുകളെ അപ്പം വിട്ട് നുറുക്കി കൊടുത്തപ്പോൾ തുറന്നതുപോലെ, ബുദ്ധിയെ തുറന്നതുപോലെ जैसे मोह जाने वाले अपने चेलों को दिलों को आपने खोला है प्रभु। ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും വിവേകത്തെ
ആത്മീയ കണ്ണുകളെ തുറക്കണമേ. जैसा आज जो वचन सुना हुआ हर एक के दिलों को और आत्मिक आंखों को खोल दीजिए। പിശാചി വചനത്തെ പെറുക്കിക്കളയുവാൻ അവിടുന്ന് അനുവദിക്കരുത്. शैतान इस वचन के उस टुकड़े को उठा के लेके ना जाने ഇത് पाए। പറയപ്പെട്ട വചനം ക്രിസ്തുയേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ മുദ്ര വയ്ക്കുന്നു. आज बोला हुआ ये वचन जो यीशु मसीह के उस लहू से मुद्रण करते हैं। കേൾക്കപ്പെട്ടവരിൽ ദൈവത്തിന്റെ അലലിയ മടങ്ങി വരവ്, ദൈവത്തിന്റെ വിളി അവർ മനസ്സിലാക്കുവാൻ ദൈവം സഹായിക്കും. एक लोगों के अंदर एक वापसी का मन बनाइए, അവരെ മടക്കി കൊണ്ടുവരണം. हालेलुया। ഈ സ്തോത്രംలో परमेश्वर उनको पुनर्स्थापना करिए प्रभु। ആനന്ദ് ദൈവസഭയിൽ കൂടെ വെളിപ്പെടണം. परमेश्वर आप महान है करके एक कलीसिया के द्वारा प्रकट होने पाए। കരങ്ങളിൽ ഏൽപ്പിക്കാം. आपके हाथ में समर्पण करते हैं। आपने हमारे प्रार्थनाओं को सुन लिया, इसलिए धन्यवाद। यीशु मसीह के पवित्र नाम से हमने मांगा है, दया करके सुनो और कबूल करो हमारे सिर की प्रार्थना। आमीन। हालेलुया। പുത്രനായ കർത്താവിന്റെ കൃപയും നമ്മെ ആശ്വസിച്ച് വഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടാൻ നമ്മോടുന്ന പ്രാർത്ഥന സകല വിഷയങ്ങളോടും പ്രതികാല ഇന്ന് പകൽക്കാലം പറയപ്പെട്ട വചനത്തോടുകൂടെയും ലോകമുള്ള സകല ദൈവമക്കളുടെ അലലിയ മടങ്ങി വരവിനോടുകൂടെയും കർത്താവായ യേശു സുരണ്ടാവരോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. परमेश्वर आप सबको बहुत से आशीष करने पाए। ബുധനാഴ്ച നമുക്ക് ബൈബിൾ സ്റ്റഡി ഉണ്ട്. है ലൈവിൽ लाइव में होंगे, ഫേസ്ബുക്കിലുണ്ടായിരിക്കും, യൂട്യൂബിലുണ്ടായിരിക്കും. ദയവായി ഇത് കാണുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. यूट्यूब और फेसबुक के द्वारा बाइबल स्टडी लाइव होंगे। आप देखिए और आगे दूसरों को भी बताइए। आप जो जानते हैं हर किसी को ये बताइए। കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. आप सबको आशीष ഷെയർ करें। ചെയ്യുമ്പോൾ നിങ്ങൾ സുവിശേഷത്തിന്റെ ഒരു ഭാഗം ചെയ്യുകയാണ്. जब आप दूसरों को बताते हैं, शेयर करते हैं, तो आप ही समाचार മറക്കരുത്, ഷെയർ ചെയ്യണം. बोलना नहीं, बताना है। ബുധന ദൈവം അനുവദിക്കുന്ന ബുധനാഴ്ച വീണ്ടും കാണാം. ആമേൻ. ഹല്ലേലൂയ.